നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മെനഞ്ഞാന്ന് ഒരു എപ്പിസോഡ് പോയതേ ഉള്ളൂ. മലയാള സിനിമയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച 4 പേരുടെ മരണത്തെക്കുറിച്ച്. ആ പ്രോഗ്രാം പോയി 10 മിനിറ്റ് കഴിയുമ്പോൾ പറയുന്നു, സംഗീത് ശിവൻ എന്ന് പറഞ്ഞ മനോഹരമായ സിനിമകൾ ചെയ്ത നല്ലൊരു സംവിധായകൻ നനച്ചിരിക്കാതെ തന്നെ പോയെന്ന് പറയാം. ഒരുപാട് കാലമായിട്ട് എന്തോ അസുഖമുണ്ട് അദ്ദേഹത്തിന്. ഈ കൊറോണ വന്നപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിലൊക്കെ കിടന്ന ആളാണ്. അവിടെ നിന്നൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ മലയാളത്തിൽ ഓടിയ കഴിഞ്ഞ വർഷത്തെ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ ഹിന്ദിയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബോംബെയിൽ അദ്ദേഹം പോയത്. ഇന്നലെ ബോംബെയിൽ തന്നെ സംസ്കരിച്ചു. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരേണ്ടതെന്ന് കരുതി കാണും. സംഗീത് ശിവൻ എന്ന് പറയുമ്പോൾ യോദ്ധ എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ ഓർത്താൽ പോരെ. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എന്നും ഓർക്കപ്പെടുന്ന അടയാളപ്പെടുത്തിയ സിനിമയാണ് യോദ്ധ. യോദ്ധയ്ക്ക് ചിത്രീകരണത്തിന് പോണതിൻ്റെ തലേ ദിവസം കേരളകൗമുദിക്ക് വേണ്ടി ഞാൻ മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്യായിരുന്നു. മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അന്ന് അദ്ദേഹം വെള്ളയമ്പലല്ല കവടിയാറിൽ ഒരു പഴയ ഒരു വലിയ തറവാട് വാങ്ങി അവിടെയായിരുന്നു താമസം. അപ്പോൾ അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി കയറി ചെല്ലുമ്പോൾ നാളത്തെ യാത്രയെപ്പറ്റി സംസാരിക്കാനായിട്ട് സംഗീത് ശിവൻ അവിടെ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അച്ഛനെ പരിചയമുണ്ട്, പക്ഷേ ഇദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ അങ്ങനെ നേരി കണ്ടത് ആ യോദ്ധയുടെ സമയത്താണ്. വർഷമെത്രയായി. എന്തായാലും എന്താ പറയുക, അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ്റെയും തൈപ്പറമ്പിൽ അശോകൻ്റെയും ഉണ്ണിക്കുട്ടൻ്റെയും കഥ പറഞ്ഞ യോദ്ധ. എത്ര മനോഹരമായ സിനിമ. കണ്ടാലും നമുക്ക് മടുപ്പ് തോന്നാത്ത സിനിമയല്ലേ. ലാമമാരുടെ കഥയും ഈ ഉണ്ണിക്കുട്ടൻ ലാമയായി അപകടത്തിൽപ്പെടുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഇങ്ങനെ നോക്കിയിരിക്കും, ഇനി എന്ത് സംഭവിക്കും. രസകരമായി ചെയ്ത സിനിമ. നേപ്പാളിലാണ് ചിത്രീകരിച്ചതെങ്കിലും നേപ്പാളിൽ ക്ലൈമാക്സ് അടക്കം ഒരുപാട് ചിത്രീകരിച്ചത് കേരളത്തിലായിരുന്നു. എന്നിട്ട് നമുക്കറിയാൻ പറ്റില്ല. കാരണം സന്തോഷ് ശിവൻ്റെ മായക്കണ്ണാടി എന്ന് പറയുന്ന പോലെ മാജിക്കൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് നേപ്പാൾ എവിടെ കേരളം എവിടെയെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ മാച്ച് ചെയ്യാൻ സന്തോഷ് ശിവൻ അറിയാം. എന്തായാലും അരശുമൂട്ടിൽ അപ്പുക്കുട്ടനും തൈപ്പറമ്പിൽ അശോകനും ഉണ്ണിക്കുട്ടനും ഒക്കെ കൂടി നേപ്പാളിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ഓർത്താൽ തന്നെ നമുക്ക് ചിരി വരും. അത്രയും മനോഹരമായ സിനിമ. ശശി രാറാട്ട് അതുപോലൊരു സ്ക്രിപ്റ്റ് പിന്നെ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. എന്ത് രസകരമായി ചെയ്ത സിനിമ. അതുപോലെ AR റഹ്മാൻ സംഗീതം നൽകിയ പടകാളി ചണ്ടി ചങ്കിരി എന്നുള്ള പാട്ട്, യോദ്ധയിലെ മനോഹരമായ പാട്ടല്ലേ. മോഹൻലാലും ജഗതിയും ആയതുകൊണ്ടായിരിക്കാം നമുക്ക് എന്താ പറയുക അത്രയും ലെങ്തുള്ള ആ പാട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയത്. പക്ഷേ മനോഹരമായ വിഷ്വലുകളല്ലേ, സമ്പന്നമായ വിഷ്വലല്ലേ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പരസ്യ ചിത്രങ്ങളിലും ഡോക്യുമെൻ്ററികളിലുമൊക്കെ ശിവൻ സാറിനോടൊപ്പം അച്ഛനോടൊപ്പം സഹായിയായിട്ടാണ് സംഗീത് തുടക്കം കുറിച്ചത്. പിന്നാലെ സഹോദരൻ സന്തോഷ് ശിവനുമായി പരസ്യ നിർമ്മാണ കമ്പനി തുറന്നു സംഗീത് ശിവൻ. അച്ഛൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത അച്ഛൻ്റെ മക്കളെന്ന് പറയാം. കാരണം 3, 4, 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ക്യാമറയിലൂടെ വ്യൂഫൈൻഡറിലൂടെ നോക്കി നിൽക്കുന്ന ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ ജനിച്ചു വീണത് വേണമെങ്കിൽ ക്യാമറയുടെ മുന്നിലെന്ന് പറയാം. അത്രയും ഭാഗ്യം ചെയ്തവരാണല്ലോ ശിവസാറിൻ്റെ 3 മക്കളും. സന്തോഷ് ശിവനായാലും സംഗീത് ശിവനായാലും സഞ്ജീവ് ശിവനായാലും 3 പേരും ക്യാമറയുടെ മുന്നിൽ പെട്ടിട്ടതുപോലെ 3 പേരും കലാകാരന്മാരുമായി. ഒരു സഹോദരിയുണ്ട്, അവർ മാത്രമാണ് കലാകാരിയാവാത്തതെന്ന് തോന്നുന്നു. എന്തായാലും പരസ്യ ചിത്രങ്ങളിലും ഡോക്യുമെൻ്ററികളിലൊക്കെ അച്ഛനോടൊപ്പം അച്ഛൻ്റെ സഹായിയായി സംവിധാന സഹായിയായി സഹകരിച്ച ശേഷം പിന്നീട് സന്തോഷ് ശിവനുമായി ചേർന്ന് ഒരു പരസ്യ നിർമ്മാണ കമ്പനി തുറന്നു 1990. അതുവരെ എന്താ പറയുക ക്രൂരനായ വില്ലനായി അഭിനയിച്ചുകൊണ്ടിരുന്ന രഘുവരൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണിച്ചു തന്നൊരു സയൻറ്റിസ്റ്റായിട്ട്. വ്യൂഹം എന്നായിരുന്നു സിനിമയുടെ പേര്. സുകുമാരനും ഉർവശിയും പാർവതിയും ഒക്കെ ഉള്ള സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. സംഗീത് ശിവൻ ആദ്യമായി സംവിധാനം ചെയ്ത ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയും പോലെ നല്ല ഫ്രെയിമുകളും നല്ല സിനിമയൊക്കെ ആയിരുന്നു. 1992 ഡാഡി, 1993 ഗാന്ധർവം. ഇപ്പോഴും കൽപ്പനയെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് കണ്ണടിച്ചിട്ട് മോഹൻലാലുമായിട്ടുള്ള മാലിനിയുടെ തീരത്തെന്നുള്ള ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. ആ വർഷം തന്നെ 93 തന്നെ ജോണി എന്ന് പറഞ്ഞ കുട്ടികൾക്കുള്ളൊരു സിനിമ എടുത്ത് മികച്ച കുട്ടികൾക്കുള്ള സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടി.
1995 നിർണയം മോഹൻലാലിനെ വെച്ച്, 2000 സ്നേഹപൂർവ്വം അന്ന, പിന്നെ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹം നിർമ്മിച്ചു. 1959 സംഗീത് ശിവൻ്റെ ജനനം. 1989 അമീർ ഖാൻ നായകനായ രാഖ് എന്ന് പറഞ്ഞ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. 1998 ആദ്യ ഹിന്ദി സിനിമ ചെയ്തു. സോർ എന്നായിരുന്നു പടത്തിൻ്റെ പേര്. സണ്ണി ഡിയോളും ഓംപുരിയും സുസ്മിത സെന്നും ഒക്കെയാണ് സോറിൽ മുഖ്യവേഷങ്ങൾ ചെയ്തത്. 8 സിനിമകൾ ഹിന്ദിയിലും 7 സിനിമകൾ മലയാളത്തിലും ചെയ്തു. മതി ഉള്ള കാലം ഓർക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, യോദ്ധ മാത്രം മതി അദ്ദേഹത്തെ ഓർക്കാൻ, അല്ലെങ്കിൽ ഒരു വ്യൂഹം മാത്രം മതി അദ്ദേഹത്തെ ഓർക്കാൻ. കഴിഞ്ഞ വർഷത്തെ മലയാളത്തിലെ വിജയ ചിത്രമായ രോമാഞ്ചം ഹർഷി അശോകൻ്റെ മകൻ അർജുൻ അശോക് മനോഹരമായി ചെയ്ത സിനിമയല്ലേ രോമാഞ്ചം. അത് കബ് കബി എന്ന പേരിൽ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രിയിലാവുകയും, രോഗാതുരനായിരുന്നു, പക്ഷേ പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കുകയും ആശുപത്രിയിലാവുകയും ചെയ്തു. റീമേക്ക് ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെ അദ്ദേഹം പോകുമെന്ന് ആരും കരുതിയതല്ല. എവിടെയോ പ്രിയദർശൻ പറഞ്ഞേക്കണ കേട്ടു, നമുക്ക് ഈ ബോംബെ ഒന്നും പറ്റില്ല പ്രിയ, ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതിനുള്ള അവസരം കിട്ടിയില്ല അദ്ദേഹത്തിന്. എന്തായാലും ഒരു മിടുക്കനായ ഒരു സംവിധായകൻ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം. ഇനി എൻ്റെ ഒരു തികച്ചും പേഴ്സണലായിട്ടൊരു കാര്യമാണ് പറയാനുള്ളത്. ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് നോ എന്നൊരാളിൻ്റെ മുഖത്തേക്ക് പറയാൻ പറ്റില്ല. നോ എന്ന്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതെന്തോ അങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശാന്തിവിളയിൽ കയ്യിൽ 100 രൂപ ഇല്ലാതെ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന്, നമ്മൾ സിനിമാക്കാരനല്ലേ, ലക്ഷങ്ങൾ ബാഗിൽ കാണുമെന്ന് വിചാരിച്ചിട്ട് വന്ന്, ദിനേശ് ഒരു 1000 രൂപ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നോ എന്ന് പറയേയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ബാർബർ ഷോപ്പിൽ കയറിയിട്ട് സത്താർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശിവൻ, സത്താറിൻ്റെ രഹസ്യമായിട്ട് ഒരു സത്താർ ഒരു 1000 രൂപ എന്നേ, സത്താർ 1000 രൂപ എടുത്തിട്ട് ഞാൻ ഈ ആളിന് കൊടുക്കും. 1000 രൂപ അതോടെ പോവും. എങ്കിൽ പോലും എനിക്ക് നോ എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ ഗുണവും ദോഷവും പലവട്ടം പലതരത്തിൽ അനുഭവിച്ചവനാണ് ഞാനെന്ന് തുറന്നു പറയുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങും, ലൈഫ് ക്യാമറ ആക്ഷൻ തുടങ്ങുമെന്നൊന്നും സ്വപ്നത്തിൽ കണ്ടതല്ലല്ലോ. അപ്പോൾ എന്നെ നിരന്തരമായി ഒരുപാട് ചാനലുകാർ വന്ന് അഭിമുഖങ്ങൾ എടുത്തിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആളാണ് മാസ്റ്റർ ബിൻ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഉടമസ്ഥൻ. എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ബിജോയ്, കൊല്ലത്തുകാരനാണ്, വളരെ മിടുക്കനാണ്. അപ്പോൾ ബിജോയിയുടെ പെരുമാറ്റം എന്തോ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബിജോയുമായിട്ട് ഞാൻ നല്ല ബന്ധമായി. തുടങ്ങുന്ന സമയമാണ് ചാനലിൻ്റെ, വ്യൂവേഴ്സൊന്നും അങ്ങനെ ഇല്ല. അയാളുടെ സ്വഭാവ സവിശേഷത കൊണ്ട് തുടരെ ഞാൻ അഭിമുഖങ്ങൾ കൊടുത്തു. 1 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അനുജൻ്റെ മകളുടെ ഒരു ചടങ്ങ് നടക്കുന്നിടത്ത് വീട് അന്വേഷിച്ച് വന്ന് എനിക്കൊരു മുണ്ടും ഒരു ഷർട്ടും കൊണ്ട് തന്നിട്ടുള്ളതല്ലാതെ അയാൾ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് ഞാൻ 10 പൈസ വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് എന്താ പറയുക, ഞാനൊരു സ്വന്തമായി ഒരു ചാനൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ബിജോയ് എന്നോട് പറഞ്ഞത്, സാർ തുടങ്ങിക്കൊള്ളൂ, ആ ചാനലും കൂടി എനിക്ക് തരൂ സാർ, ഞങ്ങളുടെ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാം, ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്യാം, കിട്ടുന്ന വരുമാനത്തിൻ്റെ സാറ് പറയുന്ന % സാറിനും ബാക്കി എനിക്ക്. എന്തോ ഞാനതിൽ എന്താ പറയുക, അത് വേണ്ട എന്ന് പറഞ്ഞു. കാരണം അതൊരു നല്ല ശീലമല്ല എന്ന് തോന്നി. കാരണം പൈസയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ ആൾ പിണങ്ങുന്നത്. അപ്പോൾ ബിജോയോട് പണം കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് വേണ്ട ബിജോയ്. അയാൾ ഒരുപാട് നിർബന്ധിച്ചു തന്നെ. സാറ് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇപ്പം ഞാൻ പറയുകയാണ്, വരുമാനം കിട്ടുന്നതിൻ്റെ 70% എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അയാൾ എടുത്താൽ തന്നെ 30 നിങ്ങൾ എടുത്തോ, ക്യാമറയ്ക്കും എഡിറ്റിങ്ങിനും എല്ലാം എന്ന് പറഞ്ഞാൽ അയാൾ എടുത്തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു. പകരം ഞാൻ ചാനൽ തുടങ്ങിയാലും മാസ്റ്റർ ബിൻ എപ്പോഴൊക്കെ അഭിമുഖം ചോദിക്കുമോ അപ്പോഴൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് ഉറപ്പ് കൊടുത്തു. എൻ്റെ കാശിൽ പെട്രോൾ അടിച്ച് അയാളുടെ സ്റ്റുഡിയോ, മെർലാൻഡ് സ്റ്റുഡിയോയ്ക്ക് അടുത്താണ്, അവിടെ ചെന്ന് ഞാൻ അഭിമുഖം കൊടുക്കുമായിരുന്നു. ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ ചാനലിന് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി, വേറെ ആരും വേണ്ട സാർ, സാറ് വന്ന് ഒരു എന്താ പറയുക അഭിവാദ്യം തരണം. ഞാൻ പറഞ്ഞു ഞാൻ വരാം, വീട്ടിൽ വരാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അതിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ വരാം. ഞാൻ അവിടെ ചെന്ന് അഭിവാദ്യമൊക്കെ പറഞ്ഞു 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ സാറേ 1-2 ചോദ്യങ്ങളോട് ചോദിച്ചോട്ടോ. ചോദിച്ചോന്നു അയാൾ 8 or 10 ചോദ്യം ചോദിച്ച് 10 എപ്പിസോഡാക്കി അതിനെ. അതിലൊന്നും എനിക്ക് പ്രയാസമില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അദ്ദേഹം മിനിഞ്ഞാന്ന് മരിച്ച ഹരികുമാർ സാറിനെ കുറിച്ച്, എനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. ഞാൻ വളച്ചു കേട്ടില്ലാതെ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ബിജോയ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ച എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ചെറ്റത്തരം എന്താണെന്ന് ചോദിച്ചാൽ,
ഹരികുമാർ സാർ ഞാനുമായിട്ട് ഗുരുവും ശിഷ്യനുമാണ്. അദ്ദേഹവും ഞാനുമായിട്ട് മാനസികമായി അകന്നവരുമാണ്. ഞാൻ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ച ആളുമാണ്. പക്ഷേ ഹരികുമാർ സാർ മരിച്ചോടെ ഇയാൾ ചെയ്ത വേല എന്താണെന്ന് ചോദിച്ചാൽ, എന്തോ റീലെന്നോ എന്തോ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ഇടുന്നത്. ആ കുന്ത്രണ്ടത്തിൽ ഞാൻ ഹരികുമാർ സാറിനെ നിശ്ചിതമായി വിമർശിച്ച ക്ലിപ്പിങ്സ് ഇട്ടിട്ട് സാറിൻ്റെ ഒരു ഫോട്ടോയും കൂടെ വെച്ച് അയാൾ ടെലികാസ്റ്റ് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ മിനിങ്ങാന്നൊന്നും വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു, ദിനേശേ അയാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളെപ്പറ്റി മോശം പറയരുതായിരുന്നു. ആൾ കാണുന്നവർ വിചാരിക്കുന്നത് ഹരികുമാർ സാർ മരിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്നാണ്. ഇത് ഏതാണ്ട് 1-1.5 വർഷം മുമ്പ് എടുത്തതാണ്. ആ സാധനത്തിനെ ഹരികുമാർ സാറിൻ്റെ ഫോട്ടോ താഴെ വെച്ചിട്ട് അതിലെന്തോ ഹെഡിങ്ങൊക്കെ കൊടുത്ത് ആളുകൾ കാണാൻ വേണ്ടി. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഹരികുമാറിനെ പോലെ ഒരു ലോകത്ത് ഇതുപോലെ ഒരു ദ്രോഹിയില്ലാന്ന് തോന്നുന്നു അത് കണ്ടാൽ. അത് അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ ഞാൻ അഭിമുഖം കൊടുത്തുന്നേ തോന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്, ഒരു പഴയ ഫോട്ടോയൊക്കെ വെച്ച് ആണ് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നിലും ഒരു മാറ്റം വരുത്തുന്നില്ല. ഞാൻ കൃത്യമായും സാറിനെ പറ്റി പറയാവുന്നത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒരാൾ മരിച്ച് എന്താ പറയുക, ആ വീട്ടുകാരെയെങ്കിലും ഓർത്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ നിശ്ചിതമായി വിമർശിക്കുന്ന പഴയ ക്ലിപ്പിങ്സ് എടുത്ത് ആ മരിച്ചുപോയ സംവിധായകൻ്റെ ഫോട്ടോയും ചേർത്ത് പുതിയതായി പോസ്റ്റ് ചെയ്ത് അതിൽ ആനന്ദിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് 10 പൈസ അടിക്കാമെന്ന് വിചാരിക്കുന്നത് നിലവാരം കുറഞ്ഞ പണിയാണ് എന്നാണ് എനിക്ക് ബിനോയിയോട് പറയാനുള്ളത്. ബിനോയിയോട് കാണാത്തവർ പലരും കരുതുന്നത് ഹരികുമാർ സാർ മരിച്ചത് അറിഞ്ഞ ശേഷം ഞാൻ കൊടുത്ത അഭിമുഖമാണ് എന്നാണ്. അതിൻ്റെ താഴെ കമൻറ്റുകൾ വായിച്ചറിയാം. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണോ ഇങ്ങനത്തെ മോശം കമൻറ്റുകളൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്തു. ആ കാണുന്നത് പഴയതാണ് അല്ലാതെ പുതിയതല്ല എന്ന് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. കാശ് ഏത് വിധേനയും കാശുണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 1 രൂപ ഒരു ചായ അയാളിൽ നിന്ന് വാങ്ങി കുടിക്കാതെ കൊടുത്ത പ്രോഗ്രാമുകളെ അയാൾ വിറ്റ് കാശാക്കുന്നില്ലെന്ന് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു മാന്യത കാണിക്കണമായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യരുതായിരുന്നു. ഞാൻ അയാളെ വിളിച്ചൊന്നുമില്ല, കാരണം ജീവിതത്തിൽ ഇനി അയാളെ വിളിക്കില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തു. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ലൈസ് ക്യാമറ ആക്ഷൻ എന്നുള്ള ചാനലിൽ മാത്രമേ പറയൂ. ഒരുത്തിന് വേണ്ടിയും ഇനി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കൊടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി ഒരാളുടെയും ഒരു ചാനലിനും അഭിമുഖം കൊടുക്കില്ല. കാരണം കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്ന എന്തിനെന്നേ. ഈ ബിനോയിയൊക്കെ പോലുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സമയവും എൻ്റെ പെട്രോളും എൻ്റെ കാശും ഒക്കെ ചിലവാക്കി പോയി ഞാൻ കൊടുത്തിട്ട് ഞാൻ തന്നെ എന്തിനെന്നേ മറ്റുള്ളവരുടെ തെറി കേൾക്കുന്നത്. അതുകൊണ്ട് ഇനി മേലിൽ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലല്ലാതെ ദിനേശ് ഒരു കാര്യവും സംസാരിക്കില്ല. നമസ്കാരം. എനിക്ക് ഈ എന്താ പറയുക, പ്രായമായി വരുന്നതുകൊണ്ടായിരിക്കാം പലപ്പോഴും പലരുടെയും പേരുകൾ ഓർമ്മ വരില്ല. അപ്പോൾ കാറ്റും മഴയും എന്ന് പറഞ്ഞൊരു സിനിമ വിവാദമായ കഥയൊക്കെ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. നജിൻഗോയ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലിന് വന്നപ്പോൾ അയാൾ ഒരുപാട് സിനിമകൾക്ക് കഥ എഴുതിയിട്ടുള്ള ആളാണ് എന്ന് കണ്ടപ്പോൾ ഒരു സംവിധായകൻ നജിൻഗോയോട് ചോദിക്കുന്നു, കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട്, നാളെ രാവിലെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് ചെന്നു. അയാൾ 2-3 കഥകൾ പറഞ്ഞു. 2-3 കഥകൾ പറഞ്ഞപ്പോൾ അതിലൊരു കഥ സംവിധായകന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹജ്ജിനൊക്കെ പോയിട്ട് വന്ന ഒരു ഹാജിയാർ, ഇഷ്ടം പോലെ കാശുള്ള ഹാജിയാർ, ഒരുപാട് മക്കളുള്ള ഹാജിയാർ. അയാൾക്ക് പെട്ടെന്ന് ഹൃദയം മാറ്റി വയ്ക്കണം, അല്ല കരൾ മാറ്റി വയ്ക്കണം, ഹൃദയമല്ല കരൾ മാറ്റി വയ്ക്കണം. മക്കളാരും കൊടുക്കാൻ തയ്യാറല്ല, ബന്ധുക്കളും കൊടുക്കാൻ തയ്യാറല്ല, അദ്ദേഹത്തിൻ്റെ ഹാജിയാരുടെ എന്താ പറയുക മതത്തിൽപ്പെട്ടവരും കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അവരൊക്കെ പറയുന്ന വയസ്സ് കുറേ ആയില്ലേ, ഇനി അങ്ങ് പോകണമെങ്കിൽ പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ അയാൾ പത്രത്തിൽ പരസ്യം കൊടുത്തു. ആ പരസ്യം കണ്ടിട്ട് ഒരു ബ്രാഹ്മണ യുവാവ്, കോവിലുകളിൽ അമ്പലങ്ങളിൽ പൂജ നടത്തുന്ന ഒരു ബ്രാഹ്മണ യുവാവ് ഹാജിയാരെ കാണാൻ വരും. നല്ല ഒത്ത തടിയും പൊക്കമൊക്കെ ഉള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ. അപ്പോൾ അയാളോട് ചോദിക്കും, നിങ്ങളെന്താ എനിക്ക് കരൾ പകുത്ത് തരാൻ തീരുമാനിച്ച് നിൽക്കുമ്പോൾ ഒരു ബാങ്കിൽ നിന്ന് കുറേ ലോൺ എടുത്തിട്ടുണ്ട്, സഹോദരി അയച്ച കേസ് കല്യാണത്തിന് എടുത്ത എന്തോ അതും ജപ്തിയുടെ വക്കീൽ നിൽക്കുകയാണ്. താങ്കൾ എനിക്ക് കരൾ തരുന്നതിന് പകരം
10 ലക്ഷം രൂപ തന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരും, അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നു. അതിൻ്റെ ഡീലിങ് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു. ഇതിനിടയിൽ മതപ്രമാണിമാർ ഇടപെടുന്നു. ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ കരൾ വാങ്ങി വെച്ച് ഒരു മുസൽമാനായ ഒരു ഹാജിയാരായ താങ്കൾ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ഒരു പക്ഷം, അല്ല ഞാൻ എൻ്റെ കാശ് കൊടുത്ത് എനിക്ക് കുറച്ചു കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ കരൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് മറുപക്ഷം അദ്ദേഹം ഹാജിയാർ. അങ്ങനെ മൊത്തം പ്രശ്നമായി. ഈ കരൾ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നീണ്ടു പോവുകയും ഒരു സുപ്രഭാതത്തിൽ ഹാജിയാർ മരിച്ചു. ഹാജിയാർ മരിച്ചപ്പോൾ ഇതറിയാതെ ഹാജിയാരെ കാണാൻ ഈ ബ്രാഹ്മണ യുവാവ് ഈ പൂജാരി വരുമ്പോൾ കാണുന്നത് അയാളുടെ മയ്യത്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ആ മയ്യത്ത് പോകുന്ന നോക്കി നിൽക്കുമ്പോൾ നല്ല പൊയറ്റിക്കായിട്ട് അതിൻ്റെ എൻ്റെയൊക്കെ നല്ല രസമായിട്ട് ചെയ്ത പടമാണ്. മയ്യത്തിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഈ പയ്യൻ്റെ അടുത്തേക്ക് വരും. വന്നിട്ട് പറയും, ബാപ്പയുടെ ആഗ്രഹം സഫലമായില്ല, ബാപ്പ പോയി, പക്ഷെ നിങ്ങൾക്ക് തരാൻ എൻ്റെ ബാപ്പ ഒരു കവർ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണ യുവാവിന് കൊടുക്കും. അവനത് പൊട്ടിച്ച് വായിക്കും. പൊട്ടിച്ച് നോക്കുമ്പോൾ കാണുന്നത്, എനിക്ക് കരൾ മാറ്റി വയ്ക്കാൻ പറ്റിയില്ല എങ്കിലും നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ല, നിൻ്റെ പ്രശ്നങ്ങളെങ്കിലും തീരട്ടെ എന്നെഴുതിയൊരു കത്തും 10 ലക്ഷം രൂപയുടെ ഒരു ചെക്കുമായിരുന്നു. ആ ചെക്കും കത്തും പിടിച്ച് അങ്ങ് ദൂരേക്ക് മറയുന്ന ആ മയ്യത്ത് യാത്ര നോക്കി നിൽക്കുന്നിടത്താണ് കാറ്റും മഴയും എന്ന് പറഞ്ഞ സിനിമ അവസാനിക്കുന്നത്. മനോഹരമായ കഥയായിരുന്നു. അപ്പോൾ ഈ പടത്തിൻ്റെ സ്വിച്ച് ഓൺ എറണാകുളത്ത് ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു. ഞാൻ തലേ ദിവസമേ പോയി, കാരണം എന്നെ അന്ന് നല്ല ഗുഡ് ബുക്കിലുള്ളതുകൊണ്ട് സംവിധായകൻ വിളിച്ചിട്ട് ഞാൻ തലേ ദിവസമേ പോയി താമസിച്ചു. നാളെ രാവിലെ മോഹൻലാലാണ് സ്വിച്ച് ഓൺ. വെളുപ്പിന് രാവിലെ 7 മണിക്ക് എന്തോ ആണ്. കാരണം അദ്ദേഹം എറണാകുളത്ത് അപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിനുണ്ട്. ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് സ്വിച്ച് ഓൺ നടത്തിയിട്ട് പോകും. വളരെ കാര്യമായിട്ട് ഞങ്ങൾ കളിയും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം പോയി. രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് അല്പം മുമ്പ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ദിനേശേ നാളെ ലാൽ സാർ സ്വിച്ച് ഓൺ ചെയ്യാൻ വരില്ല. ഞങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ ചീഫ് എന്ന് പറഞ്ഞ ആൾ കാണിച്ചതും ശുദ്ധ പോക്കൃത്തനല്ലേ, ഞങ്ങൾക്ക് എന്തു പറ്റി? അതിൻ്റെ കഥ എന്ന് പറയുന്നത് നജിങ്കോയ എന്ന് പറഞ്ഞൊരു പയ്യൻ എഴുതിയതാണ്. ആ നജിങ്കോയയുടെ കഥ വാങ്ങിയിട്ട് സന്തോഷ് ഇച്ചിക്കാനത്തിനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിച്ചു. അതിൻ്റെ പൂജയാണ് നാളെ. പക്ഷേ അയാളെ ആ പൂജയ്ക്ക് ക്ഷണിക്കുകയോ, നിങ്ങൾ പോയി ആ പൂജ നടക്കുന്ന ഹാളിൽ പോയി ഫ്ലെക്സ് അടിച്ചൊട്ടിച്ചിട്ടുണ്ട്, പോയി നോക്കൂ, അതിൽ നജിങ്കോയുടെ പേരുണ്ടോയെന്ന് നോക്കൂ. എന്തായാലും ഞാൻ ലാൽ സാറിനെ വരാൻ സമ്മതിക്കില്ല. ഞാൻ പറയാം, അങ്ങനെയൊന്നും തീരുമാനം എടുക്കല്ലേ, ഞാൻ സംവിധായകനുമായിട്ട് സംസാരിക്കട്ടെ. അങ്ങനെ ഞാൻ സംവിധായകനോട് സംസാരിച്ചു. അപ്പോൾ സംവിധായകൻ വേന്ദ്രനായതുകൊണ്ട് എന്നെ പറഞ്ഞു, അതെനിക്കൊരു അബദ്ധം പറ്റിയാണ് ദിനേശേ, അയാളെ വിളിക്കണമായിരുന്നു. രാത്രിയായിട്ടും വിളിക്കുന്നില്ല. വിളിക്കണമായിരുന്നു, പക്ഷെ വിളിച്ചില്ല. അയാളുടെ പേര് ഫ്ലെക്സിൽ വയ്ക്കാൻ എഴുതി കൊടുക്കാൻ വിട്ടുപോയി. ഞാനത് പരിഹരിക്കാം. ഞാൻ തിരിച്ച് ഉണ്ണികൃഷ്ണനെ വിളിച്ച് പറയും, എല്ലാം പരിഹരിക്കാം. ഞാൻ സംസാരിച്ചു. അയാൾക്ക് 50,000 രൂപ കഥയ്ക്കും അയാളുടെ പേര് കഥാകൃത്ത് എന്നുള്ളൊരു നിലയിൽ നജിങ്കോയുടെ പേരും വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ മോഹൻലാലിനെയും കൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ വന്ന് വിളക്കുകളെല്ലാം കൊളുത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ട് മോഹൻലാൽ പോയി. ഉണ്ണികൃഷ്ണനും ഞാനും സംവിധായകനും കൂടി ഒരു മുറിക്കകത്ത് കയറി കഥ അടച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ സംവിധായകനെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു. ആകെ പ്രശ്നമായി. നിങ്ങളെന്ത് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞു. ഞാനതിന് ഫുൾ സപ്പോർട്ട്. അവസാനം അവിടേക്ക് സന്തോഷ് ഇച്ചിക്കാനം കയറി വന്നു. ഇവരെല്ലാം ജീവിച്ചിരിപ്പുള്ളവരാണ് ഞാനിത് പറയുന്നത്. സന്തോഷ് ഇച്ചിക്കാനം സീരിയലുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന കാലത്തൊരു അദ്ദേഹത്തിന് പൈസ കിട്ടാത്തൊരു ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതൊരു നല്ല ബന്ധമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ദിനേശ് ചേട്ടാ നടന്നു പോട്ടെ. എനിക്ക് ഈ പടത്തിൻ്റെ A to Z കഥ പറഞ്ഞു തന്നത് നജിങ്കോയാണ്. നാളെ മുതൽ ഏത് പത്രക്കാർ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നാലും ഞാൻ പറയാം, ഇതിൻ്റെ കഥ നജിങ്കോയ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെതാണ്, ഞാൻ തിരക്കഥ മാത്രമാണെന്ന് ഞാൻ പറയാം. ഒരിക്കലത്തേക്ക് അത് പോട്ടെ ദിനേശ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണനെയും എന്താ പറയുക തണുപ്പിച്ച് ഞങ്ങൾ പോന്നു. ക്രൗൺ പ്ലാസിൽ നിന്ന് ഞങ്ങളിങ്ങ് പോന്നു. പ്രശ്നം തീർന്നല്ലോ. മാസങ്ങൾ കഴിഞ്ഞ് സിനിമയുടെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മികച്ച കഥാകൃത്ത് സംവിധായകൻ നജിങ്കോയുടെ കഥയാണ് ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ ഉറപ്പ് കൊടുത്തിട്ട് അത് സംവിധായകൻ്റെ പേര് വെച്ച് അദ്ദേഹം വാങ്ങിച്ചു അവാർഡ് ഡിക്ലെയർ ചെയ്ത് ഇങ്ങനെ ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എങ്ങനെയുണ്ട്, അവാർഡൊക്കെ കണ്ടോ? എന്നിട്ട് ഞാൻ അവാർഡ് കണ്ടിട്ടാണ് വിളിച്ചേ. കാണിച്ചത് തെമ്മാടിത്തരമായിപ്പോയി, വളരെ മോശമായിപ്പോയി കാണിച്ചത്. എന്തു പറ്റി? ഞാൻ അല്ല, എങ്ങനെയാണ് കഥാകൃത്തായത്? ഇത് നജിങ്കോയുടെ കഥയല്ലേ.
ഉണ്ണികൃഷ്ണൻ വന്ന് ഇഷ്യൂ ഉണ്ടാക്കി മോഹൻലാലിനെ വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സോൾവ് ചെയ്യും, സന്തോഷിച്ചിക്കാനും വാക്ക് തരികയും ചെയ്തല്ലേ. എന്നിട്ട് ഇപ്പോൾ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ താങ്കൾ കഥാകൃത്തല്ലേ, അത് പത്ര കട്ടിങ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടേ ഏതെങ്കിലും പത്രത്തിൻ്റെ കട്ടിങ്സ് കാണിച്ചാൽ അത് കഥയാവണം. എങ്ങനെ കഥ ഉണ്ടാക്കിയത് ഞാനാണ്. ഞാൻ പറഞ്ഞത് അതെങ്ങനെ ഹാജിയാർ, എത്ര ഹാജിയാരന്മാരെ അറിയാം, ഏതെല്ലാം ഹാജിയാരന്മാർ കൂട്ടുണ്ട്. കാരണം ആ പടം കണ്ടറിയാം ഹാജിയാർ, ഒരു ഹാജിയാരുടെ വീട്ടിൽ നടക്കുന്ന സംഭവമൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കുന്നത്. അത് നജീം കോയ എന്ന് പറഞ്ഞൊരു മുസൽമാൻ എഴുതിയതുകൊണ്ട്. എന്തിനു പറയുന്നു, സംസാരിച്ച് തെറ്റി. ഞാൻ പറഞ്ഞു, ഞാൻ മധ്യസ്ഥനായി നിന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് എന്നെ കൂടെ നാണം കെടുത്തി സ്ഥിതിക്ക് ഇനി ഞാനില്ല താങ്കളുമായിട്ട്, ഇതാ ഇവിടെ വെച്ച് ഇനി മേലാൽ എന്നെ ഫോണിൽ പോലും വിളിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ബന്ധം അവസാനിപ്പിച്ച് ഞാനന്ന് ഡയറക്ടേഴ്സ് യൂണിയൻ, ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ എക്സിക്യൂട്ടീവിലുണ്ട്. ആ എക്സിക്യൂട്ടീവിലേക്ക് സംവിധാനം വിളിച്ചു വരുത്തി. അവിടെ വെച്ച് സിബി മലയിലും ഉണ്ണികൃഷ്ണനും അടക്കം ലെഫ്റ്റ് റൈറ്റ് അടിച്ചിട്ടും പാറയ്ക്ക് കാറ്റ് പിടിച്ചതുപോലെ സംവിധായകൻ നീയൊക്കെ എന്തുവാണോ പറയുക, ഒരു പുല്ലും തരിയില്ല, ഒരു പുല്ലും എന്നെ ചെയ്യാനും ഒക്കില്ല എന്നുള്ള രീതിയിലിരുന്നു. അങ്ങനെ എന്താ പറയുക, നജീം കോയിക്ക് 50,000 രൂപയും കിട്ടിയില്ല, ടൈറ്റിലിൽ പേരും വന്നില്ല, ഫെഫ്ക ഒരു പുല്ലും ചെയ്തുമില്ല. ആരെ സംവിധായകരെ ആണ് ചെയ്യും പൂനെ എന്നൊക്കെ പറഞ്ഞു ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ഫെഫ്ക അങ്ങനെയൊക്കെയാണെന്ന് ആദ്യത്തെ ആരംഭശൂരത്വം മാത്രം വയറേ ഡയലോഗ് അടിക്കുകയുള്ളൂ, അത് കഴിയുമ്പോൾ അതങ്ങ് വിടും, അതങ്ങ് പോയി. വർഷങ്ങൾ കഴിയുന്നു. ഞാൻ കെ കരുണാകരൻ്റെ ജീവിതകഥ 40 വർഷം കേരളത്തിന് വേണ്ടി കരുണാകരൻ എന്ത് ചെയ്തു, കരുണാകരന് കേരളം എന്ത് ചെയ്തു എന്നുള്ളൊരു കഥ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ അതിനൊരു തിരക്കഥാകൃത്തിനെ കണ്ടെത്തി. KV മോഹൻകുമാർ IAS. അദ്ദേഹം അന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്, ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറാണ്. അങ്ങനെ ഞാനും പട്ടണ റഷീദും കൂടി ഷീകാര്യത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അദ്ദേഹം ഒരു ദിവസം സമയം ചോദിച്ചു, ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ എഴുതിയാലേ സ്ക്രിപ്റ്റ് നന്നാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഉഷ്ണരാശികളെന്ന് പറഞ്ഞ് പുന്നപ്ര വയലാർ സമരത്തിൽ അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു നോവലുണ്ട്, ഉഷ്ണരാശി. വലിയ പുസ്തകമാണ്, കഴിയുമെങ്കിൽ വായിക്കണം എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തിരക്കഥ എഴുതാൻ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഒരു ദിവസം സമയം ചോദിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ദിനേശ് നമുക്കത് ഇരിക്കാം, എനിക്കത് നിങ്ങൾ പറഞ്ഞ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പുള്ളിക്ക് തുടക്കം ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ കഥയുടെ തുടക്കം പറഞ്ഞു കൊടുത്തു. ആ തുടക്കം കേട്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, അത് കൊള്ളാം, ചെയ്യാം, അത് നന്നായിരിക്കും. പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യും ദിനേശ്, കരുണാകരനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം പുസ്തകങ്ങൾ കിട്ടുമോ അതൊന്ന് സംഘടിപ്പിച്ച് തരുമെന്ന്. ഞാൻ കരുണാകരനുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും, നവാബ് രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും, ഈശ്വര വാര്യരുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും, ജയറാം പഠിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും എല്ലാം കൂടെ ഒരു നല്ല തുകയ്ക്കുള്ള പുസ്തകം വാങ്ങി അദ്ദേഹത്തിന് ഏൽപ്പിച്ച് അപ്പോൾ ഇവിടെ DPA എന്ന് പറഞ്ഞ സ്ഥലത്ത് വഴുതക്കാടാണ് അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസ്. അപ്പോൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു 11 മണി കഴിയുമ്പോൾ ഞാൻ അവിടെ ചെല്ലും. അദ്ദേഹം ബെല്ലടിക്കും, വടയും ചായയൊക്കെ വരും, കഴിക്കും. ഉച്ച വരെ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും, പോരും. എന്നിട്ട് അദ്ദേഹം അത് അപ്പോൾ വൺലൈൻ എഴുതാൻ പുള്ളിക്ക് അറിയില്ല. DTP എടുത്ത് DTP എടുക്കലാണ് പുള്ളിയുടെ പണി. അപ്പോൾ അങ്ങനെ സീൻ എടുത്താൽ നമുക്ക് ഇന്ന സീൻ വേണ്ട, ഇതിനിടയിൽ വേറൊരു സീനൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, അത് കുഴപ്പമില്ല ദിനേശ്, ഞാൻ ആ സീനുകൾ അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ സീൻ എഴുതി തരാം, പക്ഷേ എനിക്ക് വൺലൈൻ എഴുതാൻ അറിയില്ല എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് എടുത്തും ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഒരു ഹോം സ്റ്റേ ഉള്ള ഒരിടത്ത് റൂം എടുക്കും, അവിടെ ചെന്നിരുന്ന് സംസാരിക്കും. ഇങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ വളരെ മ്ലാനവതനായി അദ്ദേഹം ഇരിക്കുക. ഞങ്ങൾക്ക് എന്തു പറ്റി? എന്നിട്ട് ദിനേശേ, ഞാനൊരു ചതിയപ്പെട്ടു. എന്തു പറ്റി? അത് ഞാൻ VK പ്രകാശിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി. ആ ലൊക്കേഷനിൽ ഒരു സംവിധായകൻ ചെന്നു, ഇന്ദ്രജിത്തിനെ എന്തോ കാണാനാണ് ചെന്നത്. സംസാരിക്കുന്നിടയിൽ VK പ്രകാശ് പറഞ്ഞു, വരുന്ന കാലഘട്ടത്തിൽ നല്ല സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളായിരിക്കും ഈ KV മോഹൻകുമാർ, എൻ്റെ പടത്തിൻ്റെ ഈ സ്ക്രിപ്റ്റ് അയാളാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ VK പ്രകാശിനോട് ഈ സംവിധായകൻ പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ. അങ്ങനെ VK പ്രകാശ് KV മോഹൻകുമാർ സംവിധായകനെ വിളിച്ചു. നമുക്കൊന്ന് കാണണമല്ലോ, കാണാം. അങ്ങനെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ DPA ഓഫീസിലിരുന്ന് ആദ്യമായി അവർ കണ്ടു, സംസാരിച്ചു. ഒരു സിനിമ ചെയ്യാനായിട്ട് ഒരു പ്ലോട്ട് പോലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 6 വയസ്സിനിടയിൽ 10-16,000 ചിത്രങ്ങൾ വരച്ചിട്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ ക്ലിൻ്റ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കഥ ഇന്ത്യയിലുണ്ട്. അത് ഒരു സ്ക്രിപ്റ്റ് ആക്കാനായിട്ട് ഞാൻ വൺലൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് മതി. ചർച്ചകൾ നടക്കുന്നു. KV മോഹൻകുമാറിന് മാറ്റി പറയുമെന്ന് എനിക്കുണ്ട്. എന്നോട് അദ്ദേഹം പറഞ്ഞത്,
നാളെ 11 മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ കാറിൽ നമ്പർ പ്ലേറ്റിൽ മറ്റേ കറുത്ത മാസ്ക് ഇട്ടിട്ട് ആ കാർ പോയേക്കാണ് വിളിച്ചുകൊണ്ട് വരുന്നത് ഇദ്ദേഹത്തിന്. അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അന്ന് രവീന്ദ്രനാഥാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച നീണ്ടുകൊണ്ട് പോയ കാരണം 4 മണിക്ക് എന്തോ കാണാമെന്ന് പറഞ്ഞിട്ട് കെ വി മോഹൻകുമാർ വന്നത് 4:30-ക്കാണ്. 4:30-ക്ക് മോഹൻകുമാർ വന്നപ്പോൾ ഒരു IAS കാരനാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ അയാളെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു. നിങ്ങൾ എന്താ വിചാരിച്ചതിനെ പറ്റി? ഞാൻ നാഷണൽ അവാർഡ് വരെ വാങ്ങിയ ഒരു സംവിധായകനാണ്, എന്നെ വെയിറ്റ് ചെയ്തിരുത്തിയോ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. എന്നിട്ടും കെ വി മോഹൻകുമാറിന് സിനിമയോടുള്ള ഒരു താല്പര്യം കൊണ്ട് ചർച്ചകൾ നടന്നു. സ്ക്രിപ്റ്റ് എഴുതി. സ്ക്രിപ്റ്റ് തീർന്നപ്പോഴാണ് സംവിധായകൻ പറയുന്നത്, എൻ്റെ കയ്യിൽ പ്രൊഡ്യൂസറില്ല. പ്രൊഡ്യൂസറില്ലാതെയാണ് മോഹൻകുമാറിനോട് ക്ലിൻ്റ് എഴുതാൻ പറയുന്നത്. അപ്പോൾ മോഹൻകുമാർ ഒന്നും പഠിച്ചില്ല, പറഞ്ഞു ഞാൻ IAS എടുക്കുന്നതിന് മുമ്പ് മനോരമയുടെ പാലക്കാട് ബ്യൂറോ ചീഫോ ലേഖകനോ എന്തോ ആയിരുന്നു. അവിടെ വെച്ച് എനിക്ക് ഗോപാലേട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഗോകുലത്തിൻ്റെ സംസാരിക്കാം. അങ്ങനെ ഗോകുലത്തിൻ്റെ സംസാരിക്കുകയും സംവിധായകനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ചർച്ചകൾ ചെയ്ത് പ്രോജക്റ്റ് തുടങ്ങി. പടം ആലപ്പുഴ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻകുമാറിന് തോന്നി ഭാര്യയും മക്കളുമൊക്കെ ആയിട്ടൊന്ന് പോയി, ഞാൻ തിരക്കഥ എഴുതുന്ന സിനിമയല്ലേ, ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ സംവിധായകൻ ഷൂട്ട് ചെയ്യുന്നതല്ലാതെ പൂരത്തിന് കണ്ട പരിചയം പോലും തിരക്കഥാകൃത്തിനോട് കാണിക്കുന്നില്ല. അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പെട്ടെന്ന് അവിടുന്ന് അദ്ദേഹം മുങ്ങി. പിന്നെ അതിനുശേഷം അദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ പടത്തിൻ്റെ സെൻസറിങ്ങിന് വേണ്ടി ടൈറ്റിലെല്ലാം എക്സ്പോസ് ചെയ്തപ്പോൾ കഥയും സംവിധാനവും സംവിധായകൻ, തിരക്കഥയും സംഭാഷണവും സംവിധായകനും പിന്നെ സഹായിയായിട്ട് മോഹൻകുമാർ, അങ്ങനെയാണ് വച്ചിരിക്കുന്നത് ടൈറ്റിൽ. ഞാൻ ചോദിച്ചു ഉള്ളതാണോ? ആ ഉള്ളതാണ് ദിനേശ്, അങ്ങനെയാണ് അയാൾ വച്ചിരിക്കുന്നത്, എന്നെ പറ്റിച്ചു. ഞാനപ്പോൾ തന്നെ ആ ടൈറ്റിൽ ചെയ്യുന്നത് ഭട്ടതിരി ആയിരുന്നു. ഞാൻ ഭട്ടതിരി വിളിച്ചു, ഭട്ടതിരി ഇങ്ങനെയാണോ ടൈറ്റിൽ? ആ ഇങ്ങനെയാണ് ചെയ്യണത്. ഞാൻ നേരെ ഭട്ടതിരിയുടെ അവിടെ ചെന്ന് ആ 2 കാർഡിൻ്റെ ഫോട്ടോ എടുത്തു. ശരിയാണ്, കഥാ സംവിധാനം സംവിധായകൻ, തിരക്കഥാ സംഭാഷണം സംവിധായകനും സഹായിയായിട്ട് മോഹൻകുമാർ. അപ്പോൾ ഇദ്ദേഹം വിളിച്ച് സംവിധായകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ തിരക്കഥ എഴുതുന്ന, നിങ്ങളൊരു IAS കാരനല്ലേ, നിങ്ങൾ തിരക്കഥ എഴുതുന്ന ഒരു സിനിമയ്ക്ക് നിങ്ങളുടെ കൂടെ ഞാൻ സഹകരിച്ചു എന്ന് ആ കാർഡിൽ ഒരു പേര് വരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കാർഡിൽ വച്ചിരിക്കുന്നത് അദ്ദേഹം എഴുതുന്നു, ഇദ്ദേഹം സഹായി, എങ്ങനെ വെച്ചാൽ ആകെ പ്രശ്നമായി. ഞാനപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണനെ വിളിച്ചു, വിവരം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ കെ വി മോഹൻകുമാറുമായിട്ട് സംസാരിക്കുന്നു. ഞാൻ ഈ പറയുന്നതിലൊന്നും അതിശയോക്തിയില്ല എന്നുള്ളത് ബി ഉണ്ണികൃഷ്ണനും ജീവിച്ചിരിപ്പുണ്ട്, കെ വി മോഹൻകുമാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ ഇടപെടുന്നു, പ്രശ്നം ഗോപാലിന് വിടുന്നു. അപ്പോൾ ഗോപാലൻ പറയുന്നത്, മോഹൻകുമാറിനോട് പറയുന്നത്, സാറേ എനിക്ക് ഈ സംവിധായകനെന്ന് എനിക്ക് പരിചയമില്ല, നിങ്ങൾ വല്ല ഫ്രോഡുകളെ വിളിച്ചോണ്ടെന്ന് ഞാൻ എന്ത് വേണം, നിങ്ങൾ തമ്മിൽ പ്രശ്നം തീർക്കുക. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട് ഗോപാലിനോട് പറഞ്ഞു, അത് പോരാ, താങ്കൾ ഇടപെടണം. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ക്ലിൻ്റ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണിക്കുന്നില്ല, ഞാനത് നശിപ്പിച്ച് കളയും, ചിലവായ മുഴുവൻ പൈസയും പോട്ടെ. അങ്ങനെ പ്രശ്നങ്ങളാക്കിയിട്ട് അവസാനം വഴങ്ങിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കഥാ സംവിധാനം എന്നൊക്കെ വിട്ടിട്ട് തിരക്കഥാ സംഭാഷണം ഈ പറയുന്ന കെ വി മോഹൻകുമാറിൻ്റെ പേര് ആദ്യവും മറ്റേ സംവിധായകൻ്റെ പേര് രണ്ടാമതും വെച്ചു. എന്നിട്ട് സംവിധായകൻ തന്നെ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റിക്ക് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ല. നടപടി എടുക്കാത്ത എന്തെന്ന് ചോദിച്ചാൽ, മോഹൻകുമാർ IAS കാരനായിട്ട് അയാൾക്ക് ട്രേഡ് യൂണിയനിൽ അംഗത്തെടുക്കാക്കില്ല, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ കഥ മോഷണം ഇന്നോ ഇന്നലെയോ മെനിങ്ങാന്നോ തുടങ്ങിയതല്ല, അനുസ്യൂതമായി മലയാള സിനിമയിൽ നടക്കുന്നതാണ്. ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചൊരു വിഷയമാണ് ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ സിനിമയിൽ എന്തെങ്കിലും നടന്നാലേ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബെയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് കേൾക്കുകയാണ്, അല്ല ഇന്നത്തെ പ്രോഗ്രാം വന്നപ്പോഴേ അതിൽ സംവിധായകൻ ഹരികുമാർ മരിച്ചതിനെക്കുറിച്ചുണ്ട്, പിന്നെ കനകലത മരിച്ചതിനെക്കുറിച്ചുണ്ട്, പാട്ടെഴുത്തുകാരൻ പള്ളത്ത് മരിച്ചതിനെക്കുറിച്ചുണ്ട്, നമുക്ക് ആർക്കും അറിയാത്ത പോസ്റ്ററുകളും ഈ പാട്ടുപുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ബാബുണ്ണനെ കുറിച്ചുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ അത്യാവശ്യം കൊടുക്കേണ്ട ആൾ സംഗീത ശിവനല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാശാനെ ഈ സംഗീത ശിവൻ്റെ കൊടുക്കാം, ഒരാളെ നിന്ന് മരിച്ചു കിട്ടണ്ടേ ഒരു പ്രോഗ്രാം ചെയ്യാനെന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നു. കാരണം ഒരാൾ മരിച്ച ഉടൻ വിളിക്കുകയാണ്, പ്രോഗ്രാം എപ്പോൾ ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്കാണെങ്കിൽ ധൃതി വെച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, രണ്ടാമത്തത് എനിക്ക് ഒരുപാട് സമയം എടുത്ത് പഠിച്ചേ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ഈ പറയുന്ന കഥാമോഷണത്തെക്കുറിച്ചും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് വിളിക്കുകയാണ്, ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ, താങ്കൾ എന്താ അത് ചെയ്യാത്ത, താങ്കൾ ശ്രീനാഥ് മരിച്ചതിനെ കുറിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതല്ലേ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചു. അങ്ങനെ നിവൃത്തികേട് കൊണ്ടാണ് സത്യത്തിൽ ഞാനിത് ചെയ്യുന്നത്. കഥമോഷണം പണ്ടത്തെ പോലെ അല്ല, സിനിമയിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ മോഷ്ടിച്ചിട്ടുണ്ട്, മലയാളത്തിൽ തന്നെ മലയാളികൾ മോഷ്ടിച്ചിട്ടുണ്ട്, മറ്റു ഭാഷകളിൽ നിന്ന് ഇഷ്ടം പോലെ. പക്ഷേ ഇപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം
മിനിറ്റുകൾക്കുള്ളിൽ കാര്യകാരണ സഹിതം തെളിവുകൾ സഹിതം സംഗതികൾ പുറത്തു വരും. ഇപ്പോഴത്തെ ആധുനിക സങ്കേതങ്ങൾ അങ്ങനെയാണല്ലോ. ഫോണിലാണെങ്കിൽ സംസാരം റെക്കോർഡ് ചെയ്യാം. വള്ളയനോ കഥയോ സീനോ എന്താണെങ്കിലും എന്താ പറയുക, മെയിൽ ചെയ്താൽ വാട്സാപ്പിൽ ഇട്ടാൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം, തെളിവായല്ലോ. അതൊക്കെ കൊണ്ടാണ് ഒരു പടം തിയേറ്ററിൽ വന്ന് ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഇത് ഏത് കൊറിയൻ പടമാണ്, ഇതേത് തെക്കൻ അമേരിക്കക്കാരൻ എഴുതിയ നോവലാണ് എന്നുള്ള വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. പണ്ടാണെങ്കിൽ അത് വരില്ല, പണ്ടങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഉദാഹരണത്തിന് ഇപ്പോൾ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, എന്നെ ഇന്ന് ശരത്ചന്ദ്ര വയനാട് വിളിച്ചിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ സിനിമയുടെ കഥ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരത്ചന്ദ്രൻ വയനാട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എത്ര വർഷം പോരടിച്ച ശേഷമാണ് സിനിമയിൽ പേര് വന്നില്ല എങ്കിൽ പോലും അയാൾക്കൊരു 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങിക്കാൻ കഴിയുന്നത്. അന്ന് ഇവിടെ മാക്ടി ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഫിലിം ചേംബറുണ്ട്. ഈ പ്രശസ്തമായ ഇവരാരും, അതുപോലെ തന്നെ ഒരുപാട് ഞാനടക്കം ഒരുപാട് സിനിമ വാരികളില്ലേ, ശരത്ചന്ദ്രൻ വയനാടിനെ സഹായിക്കാൻ ഒരാളുമില്ലായിരുന്നു. ശരത്ചന്ദ്രൻ വയനാടിൻ്റെ കൂടെ നിൽക്കാൻ പ്രബലരായ ഒരു സിനിമാക്കാരും അന്ന് തയ്യാറായില്ല. ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നായിരുന്നെങ്കിൽ ശരത്ചന്ദ്രൻ വയനാട് സിനിമ ഈ വാസന്തി ലക്ഷ്മിയുടെ കഥ എഴുതിയത് ശരത്ചന്ദ്രൻ ഇന്നാണ് എഴുതിയിരുന്നെങ്കിൽ കഥ മോഷ്ടാവിനെ എടുത്ത് ഉടുത്തന്നെ ചാനലുകളും യൂട്യൂബുകളും വെബ്സൈറ്റുകളും എല്ലാം കൂടി. കാലം അത്രയും മാറിയല്ലോ. അയാൾ പാർത്ഥ എന്ന് പറഞ്ഞ പേരിൽ ശരത്ചന്ദ്രൻ പ്രസിദ്ധീകരിച്ച ഒരു കഥയാണ്. പക്ഷേ ഇത് കഥയാണെന്നുള്ള രഹസ്യം മോഷ്ടിച്ച മഹാൻ അറിയില്ലായിരുന്നു. ശരത്ചന്ദ്രൻ ആരുടെയും പറയാനും പോയില്ല. അതുമാത്രമാണ് ശരത്ചന്ദ്രനെ കോടതിയിൽ തുണയായത്. ഇപ്പോൾ ശൊല്ലാമലേ എന്ന് പറഞ്ഞ ഒരു പടമാണ് ഉമ്മപ്പെണ്ണിന് ഉരിയാടാ പയ്യനായി മാറിയത്. റീമേക്ക് ചെയ്യാനുള്ള റൈറ്റ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറയില്ല. അതിശയൻ എന്ന് പറഞ്ഞൊരു പടം വന്നു. ആക്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ അനുകരണമാണല്ലോ അതിശയൻ. 16 വയതിനിലെ എന്ന് പറഞ്ഞ പടത്തിൽ കമൽഹാസൻ ചെയ്ത ചപ്പാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾ മറന്നിരിക്കാൻ വഴിയില്ല. 16 വയതിനിലെയും തകരയും കൂടി മിക്സ് ചെയ്തതല്ലേ മണി അഭിനയിച്ച കരുവാടിക്കുട്ടൻ. പിന്നെ പൊർക്കാലം എന്ന് പറഞ്ഞൊരു തമിഴ് പടമുണ്ട്. ആ പടത്തിനെ നന്നായിട്ട് അടിച്ചതാണ് മുത്തുവിൻ്റെ സ്വപ്നവും മീരയുടെ ദുഃഖവും എന്നൊക്കെ പറഞ്ഞു വന്നത്. ഇതൊക്കെ കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അന്തസ്സായിട്ട് കുറേ കാശുണ്ടാക്കാം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഞാൻ എന്നൊക്കെ വെച്ചിട്ട് കാശുണ്ടാക്കാം. പക്ഷേ എന്താ പറയുക, അതിനൊരു അന്തസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അന്തസ്സില്ല എന്ന്. കണ്ടവൻ്റെ സിനിമകളിൽ നിന്ന് ചുരണ്ടണം, അല്ലെങ്കിൽ പാവങ്ങൾക്ക് നക്കാപിച്ച കൊടുത്ത് തിരക്കഥ എഴുതി വാങ്ങിച്ചിട്ട് സ്വന്തം പേരിൽ വെച്ച് നെളിയുന്ന ഒരുപാട് പേര്, ഒരു എളുപ്പമില്ലാതെ നെളിയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഞാൻ എന്ന് വയ്ക്കുന്ന ഒരുപാട് ചെറ്റകളുള്ള നാടാണ് മലയാള സിനിമ. ഇങ്ങനെ കണ്ടവൻ്റെ കെയർ ഓഫിൽ ഞെളിയുന്ന എത്രയെങ്കിലും സിനിമാക്കാരെ എന്നെ വിളിച്ചാൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. മുൻപ് ഞാൻ പറഞ്ഞതാണ്, ഭരതൻ്റെ സെറ്റിൽ IV ശശി ചെന്നു. കലാസംവിധായകരാണല്ലോ രണ്ടുപേരും. അതുകൊണ്ട് ഭരതൻ്റെ സെറ്റിൽ IV ശശി ചെന്നു. അവിടെ വെച്ച് ഹരിപ്പത്തൻ പറഞ്ഞു, ശശി, അടുത്ത ഒരു പടം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. പിന്നെന്താ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തിരിക്കുന്നത് രതിർവേദത്തിൻ്റെ സെറ്റാണ്. അടുത്തിരിക്കുന്നത് പത്മരാജനാണ്. IV ശശി പത്മരാജനോട് പറഞ്ഞു, ഒരു കഥ പറയൂ, നമുക്ക് ഒരു സിനിമ ചെയ്യാം. ഹരിപ്പത്തൻ ഇപ്പോൾ എന്നെ കൊണ്ട് ഒരു സിനിമ ചെയ്യിക്കാമെന്ന് പറയാണ്, നിങ്ങളൊരു കഥ പറ. അങ്ങനെ പത്മരാജൻ്റെ ഒരു കഥ പറയുന്നു. കഥ കേട്ടപ്പോൾ ഇത് കമൽഹാസൻ ചെയ്താൽ കൊള്ളാമെന്ന് IV ശശിക്ക് തോന്നി. അപ്പോൾ IV ശശിയും കമൽഹാസനും നല്ല ബന്ധമാണ്. കമലിനോട് IV ശശി ചെന്ന് കഥ പറഞ്ഞു. കഥ പകുതിയായപ്പോൾ കമൽഹാസൻ അയ്യോ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഈ കഥ ചെയ്യരുത് എന്ന് പറഞ്ഞു. അതെന്ത്? ഈ കഥ ഞാനിപ്പോൾ N ശങ്കരൻ നായർക്കായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മദനോത്സവം എന്നാ പടത്തിൻ്റെ പേര്. അപ്പോൾ ശങ്കരൻ നായരും നന്നായിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കും, പത്മരാജ സാറും വായിക്കും. അതാണ് ആ കഥയ്ക്ക് പറ്റിയൊരു ദുര്യോഗം. കമൽഹാസനായതുകൊണ്ട് പറയും. കമൽഹാസൻ അല്ലാതെ വേറൊരു നടനെന്ന് വെച്ച് ചെയ്യുന്നെങ്കിൽ ശങ്കരൻ നായർ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഇതേ കഥയാണെന്ന് പുറത്തറിയില്ലായിരുന്നു. അങ്ങനെ പത്മരാജൻ IV ശശിക്ക് വേണ്ടി പിന്നീട് പറഞ്ഞ കഥയാണ് ഇതാ ഇവിടെ വരെ. അതാണ് IV ശശി ചെയ്തത്. അല്ലെങ്കിൽ മദനോത്സവം 2 പാർട്ട് വന്നതന്നെ. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ കഥ ആദ്യം ശരത്ചന്ദ്രൻ വയനാട് പറയുന്നത് നടൻ ദിലീപിനോടാണ്. രണ്ടാമത് പറഞ്ഞത് സിദ്ദിഖ് ലാലിനോടാണ്. ഇവരെല്ലാം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. മൂന്നാമത് ശരത്ചന്ദ്രൻ വയനാട് പറയുന്നത് കലാഭവൻ മണിയോടാണ്. ലാൽ ജോസും ദിലീപും കൂടി ഗുരുവായൂർ എലൈറ്റ് ഹോട്ടലിൽ ഇരുന്നിട്ട്
ചർച്ച നടത്തുകയാണ്. ദിലീപ് പാർത്തനായി അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടോ എന്ന്. ദിലീപ് എന്നെ ലാൽ ജോസിന് കാണിച്ചു കൊടുക്കുന്നു പാർത്തനായിട്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാൽ ജോസിൻ്റെ ചന്ദ്രനിരിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഒരു സിനിമാക്കാരൻ ശരത്ചന്ദ്രനെ വിളിച്ച് കാര്യം പറയുന്നത്. ആ വിളിച്ചു പറഞ്ഞ സിനിമാക്കാരനെ എനിക്കറിയാം. നിങ്ങളന്ന് പറഞ്ഞ ആ പാർത്തൻ്റെ കഥ ഇവിടെ കലാഭവൻ മണി രാമുമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ കിരീടം ഉണ്ണി നിർമ്മിക്കുന്ന സമ്മാനം എന്ന് പറഞ്ഞ ആറ്റിങ്ങിൽ നടക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഒരു വീട്ടിൽ വെച്ച് മഞ്ജു വാര്യരോടും കിരീടം ഉണ്ണിയുടെയും ബ്ലസ്സിയുടെയും അഴകപ്പൻ എന്ന് പറഞ്ഞ ക്യാമറാമാൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ശരത്ചന്ദ്രൻ കലാഭവൻ മണിയോട് പാർത്ഥൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പം തന്നെ പാർത്ഥൻ എങ്ങനെ നടക്കണമെന്നൊക്കെ മണി കാണിച്ചു കൊടുത്തു. എല്ലാവരും ഞെട്ടിപ്പോയി. അയ്യോ, 100% അന്ധനായിട്ട് തോന്നി മണി ചെയ്യാണ്ടപ്പോൾ. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞ് മണി ഏതെല്ലാം സെറ്റുകളിൽ പോയോ ആ സെറ്റുകളിലെല്ലാം പാർത്ഥനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കണ്ടവൻ്റെ അത് അടിച്ചു മാറ്റാൻ നാണമില്ലാത്ത ആൾ അടിച്ചു മാറ്റി. മണി തന്നെ പോയി പാർത്ഥന് വരെ രാമുമായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ ഒരു പാവം നാടകക്കാരനുണ്ട്, അതും എനിക്കറിയാം. ഗതികേട് കൊണ്ട് പണ്ട് ശ്രീനിവാസൻ 500 രൂപയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി കണ്ടവൻ്റെ പേരിൽ വയ്ക്കാൻ കൊടുത്തതുപോലെ ഈ നാടകക്കാരൻ കൂലിക്ക് തിരക്കഥ എഴുതാനുള്ളതിനാൽ ഒരു എളുപ്പമില്ലാതെ തിരക്കഥ വചനം എന്നൊക്കെ വച്ചിട്ട് സംവിധാനം പറഞ്ഞ് നെളിഞ്ഞ് നടക്കുന്ന എംബോക്കിലുള്ള നാടാണ് മലയാള സിനിമ. മാറ്റയിൽ 4-5 പടം ചെയ്തിട്ട് ഒരു അംഗത്വത്തിനായി ശരത്ചന്ദ്രൻ വയനാട് ചെന്നു. അന്ന് മാറ്റയുടെ തലപ്പത്തിരിക്കുന്നത് കമലാണ്. നീ ഏത് പടം ചെയ്തു എന്ന് പറഞ്ഞ് അന്നത്തെ ഭരണാധികാരിയായ കമൽ ശരത്ചന്ദ്രൻ വയനാടിനെ അപമാനിച്ചു എന്നാണ് ഇന്ന് അയാൾ എൻ്റെ പറഞ്ഞത്. എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു ദിനേശ്. ഒരു സംഘടനയുടെയും അംഗത്വമോ പിൻവലിമോ ഇല്ലാതെ ഇപ്പോൾ ശരത്ചന്ദ്രൻ 6-7 പടം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവസാനം വന്ന ചതി എന്ന് പറഞ്ഞ പടത്തിന് നല്ല കളക്ഷനും കിട്ടി, ഏതൊക്കെയോ അവാർഡുകളൊക്കെ കരസ്ഥമാക്കി. നമ്മളെപ്പോലെ സാധാരണക്കാരെ തളർത്താൻ കുറേ പേരുണ്ടാവും, വക വയ്ക്കരുത് എന്നാണ് ശരത്ചന്ദ്രൻ വയനാട് ഇന്ന് എന്നോട് പറഞ്ഞത്. ശാന്തിവിളെ, ദിനേശേട്ടാ, നിങ്ങളൊരു സിനിമ ഇപ്പോൾ ചെയ്യാൻ ഇറങ്ങിയാലും നിങ്ങൾക്ക് പണിയും. കാരണം നിങ്ങൾ അത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ സിനിമ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് പണിയും. പക്ഷേ നിങ്ങൾ തളരരുത്, ശരത്ചന്ദ്രൻ വയനാടിനെ കണ്ടു പഠിക്കും എന്നാണ് ഇന്ന് ശരത് എന്നോട് പറഞ്ഞത്. ഈ PVR-ൽ ഇപ്പോൾ ഒരു നിർമ്മാതാക്കളുമായിട്ടൊരു സമരം വന്നല്ലോ. ആ പ്രശ്നത്തിൽ ഉണ്ണികൃഷ്ണൻ ഇടപെട്ടല്ലോ. ഉണ്ണികൃഷ്ണൻ ഇടപെടുകയും ഇന്ത്യ ഒഴിച്ചുള്ള മറ്റ് രാജ്യങ്ങളിലെ ലുലുവിൻ്റെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളുടെയും ചുമതലയുള്ള ഒരാളുണ്ട്, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്, സുഹൃത്ത് നന്ദകുമാർ. നന്ദനെ വിളിച്ച് ഉണ്ണികൃഷ്ണൻ സംസാരിക്കുകയും നന്ദകുമാർ യൂസഫ് അലി സാറിനോട് സംസാരിക്കുകയും അങ്ങനെ ആ പ്രശ്നത്തിൽ PVR-ൽ അദ്ദേഹം ഇടപെട്ടു. അപ്പോൾ ആ ഇടപെട്ടപ്പോൾ നമ്മളൊരു എപ്പിസോഡ് ചെയ്തു. കാരണം ഒരുപാട് എതിർപ്പുകൾ ഉണ്ണികൃഷ്ണന് സംഘടനയിൽ നിന്നുണ്ടായി. ആരും ഉണ്ണിയോട് പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്നെ വിളിച്ച് പറയാണ്, ഞങ്ങളതിനെ എതിർക്കുകയാണ്. കാരണം ഇയാൾ പ്രൊഡ്യൂസർമാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. ഇയാൾ ഫെഫ്ക എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ്റെ നേതാവല്ലേ. ഇയാളെന്തിനാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് കയറി അവിടെ പോയിരുന്നു അവർ വിളിക്കാത്തടത്ത് ചർച്ചയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് സംസാരിച്ചതിനോട്. ഞാൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയല്ലേ, ഉണ്ണി അങ്ങനെ ചെയ്തതിൽ എന്താ തെറ്റെന്നൊക്കെ ഞാൻ ചോദിച്ചു. ഇപ്പോൾ എന്നോട് ഈ വിഷയം വന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അതായത് മലയാളി ഇപ്പോൾ ഒരു വിവാദമായി കിടക്കുകയാണല്ലോ ഫ്രം ഇന്ത്യ, എന്തുകൊണ്ട് റൈറ്റേഴ്സ് യൂണിയനിൽ ഉണ്ണികൃഷ്ണൻ്റെ കൂടെ നിന്നില്ല എന്നാണ് എൻ്റെ ഒരാൾ ചോദിച്ചത്. റൈറ്റേഴ്സ് യൂണിയൻ ഈ പറയുന്ന PVR-ആയിട്ടുള്ള ഇഷ്യൂവിൽ ഉണ്ണികൃഷ്ണൻ്റെ കൂടെ നിന്നിട്ടില്ല. എന്തുകൊണ്ട് എഡിറ്റേഴ്സ് യൂണിയൻ ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ കൂടെ നിന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിക്കില്ലല്ലോ. വിശ്വസ്തന്മാരെയൊക്കെ ഉണ്ണികൃഷ്ണൻ മീറ്റിങ്ങിൽ വിളിച്ചിട്ട് ആരൊക്കെ വന്നു എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരുത്തനും വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിക്കുകയാണെന്ന് ഉണ്ണികൃഷ്ണനെങ്കിലും ബോധ്യമാവണമെന്നാണ് ഞാൻ പറയും. ഇനി ഇത് വെച്ചുകൊണ്ട് ആ സിയാദിനോട് പറഞ്ഞ് വീണ്ടും മാനനഷ്ട കേസ് കൊടുക്കരുത് ഉണ്ണികൃഷ്ണ. നമ്മൾ നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. താങ്കളുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിക്കുന്നു എന്നുള്ളത് താങ്കൾ അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയാതെ നടക്കുകയോ ചെയ്യുന്നു എന്ന് ഞാൻ പറയും. എന്തായാലും ഒരുപാട് എതിർപ്പ് ഉണ്ണികൃഷ്ണൻ. മുമ്പൊരു ഏകാധിപതിയാണല്ലോ മാറ്റ ഫെഡറേഷൻ നടത്തിയിരുന്നത്. ആ ഏകാധിപതിയേക്കാൾ കൊള്ളരുതായ്മകളാണ് പുതിയ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്നുണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഫെഫ്കയുടെ എല്ലാ യൂണിയൻ്റെയും തലവന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായ ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ സിനിമകളെ കാശ് വാങ്ങി നശിപ്പിക്കുന്ന അശ്വന്ത് കോക്കിനെ പോലുള്ള ഒറ്റ ഒരുത്തനും സിനിമയുടെ പ്രൊമോഷൻ നൽകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു.
കൈയടിച്ച് പാസ്സാക്കി. എനിക്ക് അശോക് കോക്കിനെയൊന്നും പരിചയമില്ല, ഞാൻ അയാളുടെ റിവ്യൂ കാണാറുമില്ല. കാരണം ആരോ പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം വെച്ചപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് കണ്ടപ്പോൾ എനിക്ക് ബോറടിച്ചു. അയാളുടെ ഫാൻസി ഡ്രസ്സും ഒക്കെ ആയിട്ട് ദിലീപിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ നമുക്കെന്തോ അത് താല്പര്യമില്ല, അതൊരു കാണാറില്ല. പക്ഷേ ഇവർ പറയുന്നത് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ആളുകൾക്ക് റിവ്യൂ ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ പാടില്ല എന്ന് കൈയടിച്ച് പാസ്സാക്കി. പിറ്റേന്ന് ലിസ്റ്റൻ സ്റ്റീവൻ്റെ പടം റിലീസ് ചെയ്തു, കോക്കിൻ്റെ റിവ്യൂവും വന്നു. അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കണമെന്നാണ് ഇന്ന് എന്നെ വിളിച്ചൊരാൾ പറഞ്ഞത്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഒരു പടത്തെ നല്ലതെന്ന് പറയാനും നല്ല പടത്തിനെ കൊല്ലാനും 2 ലക്ഷം രൂപ വരെ അശോക് കോക്ക് വാങ്ങുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ട്. ഇപ്പോൾ ഒരു നല്ല പടം വന്നു, ഈ പടത്തിനെ ഒന്ന് കൊല്ലണേ, ഞാൻ 2 രൂപ തരാമെന്നും 2 ലക്ഷം രൂപ എതിരാളികളിലായ ആരെങ്കിലും കൊടുത്താൽ നല്ല പടത്തിനെ മോശമെന്ന് പറഞ്ഞ് കൊല്ലും. ഒരു തല്ലുപൊളി പടത്തിന് നന്നായിട്ട് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ് 2 ലക്ഷം കൊടുത്താലും പറയുമെന്ന് പറയുന്നു. അയാളുടെ റിവ്യൂ ഒന്നും ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. പക്ഷേ പറയുന്നു അശ്വന്ത് കോക്കിന് നമ്മളൊരു പടത്തിന് റിവ്യൂ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആദ്യം അത് തെറ്റിച്ചത് ലിസ്റ്റൻ സ്റ്റീവനാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ ഒരു കമ എന്നൊരക്ഷരം ഉണ്ണികൃഷ്ണനോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരാളോ ലിസ്റ്റനോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ ലിസ്റ്റനെ പൊക്കി പറഞ്ഞ ആളാണ്. ഇന്ന് എന്നോട് സംസാരിച്ചവർ പറയുന്നത് ലിസ്റ്റൻ എന്താ പറയുക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ മുഴുവൻ കയ്യിലെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തിയേറ്റർ യൂണിയൻ അടക്കം എല്ലാത്തിനും കയ്യിലെടുക്കുകയും അയാളുടെ ശിങ്കിടിയായി ഉണ്ണികൃഷ്ണൻ മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഉടൻ ഉണ്ണികൃഷ്ണൻ മാനേഷ കേസ് കൊടുത്തുകളയരുതേ. ഫെഫ്കയുടെ തൊഴിലാളി സംഗമത്തിൽ ലിസ്റ്റൻ ശിവനെ എന്തടിസ്ഥാനത്തിൽ മുന്നിൽ നിർത്തി എന്നാണ് ഇന്ന് എൻ്റെ ഒരാൾ ചോദിച്ചത്. ഞാനതൊന്നും നമ്മളതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ല. ഇന്ന് എൻ്റെ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ തൊഴിലാളി സംഗമം, ആ സംഗമത്തിൽ മുതലാളിയായ ലിസ്റ്റൻ സ്റ്റീവനെ വിളിച്ച് മുൻനിരയിൽ കൊണ്ട് നിർത്തി സ്റ്റേജിൽ. ഞാൻ പറഞ്ഞു അതിന് തെറ്റെന്തുണ്ടോ? തെറ്റില്ല. കാരണം മറ്റേ നിങ്ങളുടെ ഫെഫ്ക തൊഴിലാളി യൂണിയൻ്റെ നേതാവും മുതലാളിയാണല്ലോ. ഇപ്പോൾ 80 ലക്ഷം രൂപയുടെയൊക്കെ കാറിൽ യാത്ര ചെയ്യും, എന്താ പറയുക, തൊഴിലാളികൾക്കെതിരെ മുതലാളിമാരുടെ സംഘടനകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മുതലാളി നേതാവല്ലേ നിങ്ങളുടെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. എനിക്കെപ്പോഴും എൻ്റെ ഒരു ചിന്ത കുഴപ്പം എവിടെയെന്ന് ചോദിച്ചാൽ, ഉണ്ണികൃഷ്ണന് പകരമാര് ഫെഫ്കോ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണനെ മാറ്റാമെന്ന് വെച്ചോളൂ. എല്ലാവരും കൂടെ ചേർന്ന് മാറ്റുന്നു, അതിന് എൻ്റെ സപ്പോർട്ടുണ്ടെന്ന് വെച്ചോളൂ. ഞാനും വേണമെങ്കിൽ ചില്ലറ കളികൾ കളിക്കാമെന്ന് വെച്ചോളൂ. പക്ഷേ ഉണ്ണികൃഷ്ണന് പകരമാര് 10 പേരെ എടുത്താൽ ഒരു ഉണ്ണികൃഷ്ണൻ ആവില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതറിയാമെന്നുള്ളത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. ഫെഫ്കയിൽ അസ്വസ്ഥത പുകയുകയാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഒരുപാട് പേര് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, മാക്ട ഫെഡറേഷൻ്റെ ഏകാധിപതിയേക്കാൾ ബോറനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മുതലാളിമാരുടെ നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. കാരണം ഉണ്ണികൃഷ്ണന് തിയേറ്ററുകളുണ്ട്, മുതലാളിയല്ലേ, ഉണ്ണികൃഷ്ണൻ നിർമ്മിക്കുന്നു. ഇപ്പോൾ 25 കോടി രൂപയ്ക്ക് ഒരു വടക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മുതലാളിക്ക് ഒരു പടം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 25 കോടി വാങ്ങിയിട്ട് 15 കോടിക്ക് തീർക്കുമ്പോൾ 10 കോടി ഉണ്ണികൃഷ്ണന് കിട്ടും. അപ്പോൾ അദ്ദേഹവും മുതലാളിയാണ്. അപ്പോൾ തൊഴിലാളിക്ക് കൊടുക്കാതിരിക്കാനുള്ളതല്ലേ നോക്കൂ. എന്നിട്ട് അദ്ദേഹം തൊഴിലാളിമാരുടെ നേതാവുമാണ്. ഓരോ തവണയും കാലാവധി കഴിയുമ്പോൾ അയ്യോ അച്ഛാ പോലെ എന്ന് എല്ലാവരും കൂടെ വിളിച്ച് പറയണം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ രാജിവെക്കുകയാണെന്ന് പറയും. അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് CPM പറയും. അങ്ങനെ പാച്ചും ഗോപാലനും കളിച്ച് ഫെഫ്ക തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് 2 പേരും തന്നെയാണ് ചെയർമാനും അല്ലെങ്കിൽ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറി. അത് കൃത്യമായി കളിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കോക്കസിനെ എല്ലാ ഈ 23 യൂണിയനിലും അദ്ദേഹത്തിൻ്റെ ഒരു കോക്കസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ഉണ്ണികൃഷ്ണന് വേണ്ടി കളിച്ചോളൂ എന്ന് പറയും. ഇതിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അവിടെ ആ ഐഡൻറ്റി കാർഡ് കൊടുത്താൽ 1 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിക്കാം. ഞാൻ ഇനി സംവിധാനത്തിനില്ല, നിങ്ങളുടെ കാർഡ് ഇതായിരിക്കുന്നു എന്ന് കൊടുത്താൽ 1 ലക്ഷം രൂപ വാങ്ങിക്കാം. പക്ഷേ ഞാൻ അതുപോലും വാങ്ങാതെ ഇറങ്ങിപ്പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ഉണ്ണികൃഷ്ണനെതിരെ വ്യാപകമായ, അതായത് ഈ ലിസ്റ്റൻ സ്റ്റീവൻ്റെ ഈ പടത്തിന്, അതായത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പടത്തിന് ലിസ്റ്റൻ സ്റ്റീവന് വേണ്ടി അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി വാചകം അടിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ ചെന്നിരുന്ന് വാചകം അടിക്കാൻ പോയ ഉണ്ണികൃഷ്ണനെതിരെ വ്യാപകമായ പ്രതിഷേധം അലയടിക്കുകയാണ്. ഈ കോപ്പിയടിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് മലയാളത്തിലെ 2ാമത്തെ ചിത്രം മാർത്താണ്ഡവർമ്മ. അതിൻ്റെ എഴുത്തുകാരൻ്റെ റൈറ്റൊന്നും വാങ്ങിക്കാതെ പടം ഷൂട്ട് ചെയ്തു. പടം തിയേറ്ററിലെത്തി ആദ്യ ഷോയ്ക്ക് മുമ്പ് തന്നെ അത് പെട്ടിയിലായിപ്പോയ ഹതഭാഗ്യമായ പടമാണ് മാർത്താണ്ഡവർമ്മ. അതുപോലെ പത്മരാജ സാറിൻ്റെ ഒരിടത്തൊരു ഫയൽമാൻ, ഗോദ എന്ന് പറഞ്ഞ നൂർനാട് ഹനീഫയുടെ നോവലാണെന്ന് പറഞ്ഞ് കേസായി വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയതാണ്. അതുപോലെ ശ്രീനിവാസൻ്റെ സച്ചിലിടത്ത് ചുണ്ടൻ, അതും പ്രശ്നമുണ്ടായതാണ്. മഞ്ജു വാര്യർ നായികയായ സജിത് യാഹിയ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സിനിമ ഒന്നല്ലോ, സജിത് യാഹിയയാണ് അതിൻ്റെ സംവിധായകൻ. കഥ എന്താ പറയുക, മോഷ്ടിച്ചിട്ട് നന്ദി പറയാമെന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ സിനിമയാണത്. കാരണം കേരളകൗമുദിയുടെ സബ് എഡിറ്ററായിരുന്ന, പിന്നെ തിരക്കഥാകൃത്തായി മാറിയ, ഇഷ്ടമടക്കം ഒരുപാട് സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയ വളരെ ശാന്തപ്രകൃതനായ മാന്യനായ
ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന കലവൂർ രവികുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാനും രവിയും കൂടി പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ കസേരകളിൽ ഇരുന്ന് എത്ര ടെലിഫിലിമിന് കഥ ഉണ്ടാക്കിയെന്നറിയോ? ഒന്നും നടന്നില്ല. അപ്പോൾ രവികുമാർ എഴുതിയ ഒരു ചെറുകഥയെ ചുരണ്ടി, അല്ലെങ്കിൽ ചെറുകഥയെ അതുപോലെ മോഷ്ടിച്ചെടുത്ത സിനിമയായിരുന്നു ഈ മോഹൻലാൽ. മഞ്ജു വാര്യരാണ് അഭിനയിച്ചത് ഇന്ദ്രജിത്ത്. മോഹൻലാലിനെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് എന്നായിരുന്നു രവികുമാർ എഴുതിയ കഥയുടെ പേര്. അപ്പോൾ അതടക്കമുള്ള ഒരു പുസ്തകവും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡി സി ബുക്സോ മാതൃഭൂമിയാണ് ഇറക്കിയിട്ടുള്ളത്. എൻ്റെ ഉണ്ട് ആ പുസ്തകം. അപ്പോൾ അതിൽ നിന്ന് കഥ ചുരണ്ടിയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയത്. ഫെഫ്കയിൽ പരാതി കൊടുത്തിട്ടും പ്രശ്ന പരിഹാരം ഉണ്ടായില്ല. കാരണം ഫെഫ്ക ഇടപെട്ടിട്ടും മറ്റേ എതിർ വശത്ത് നിൽക്കുന്ന ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയിലെ ആൾക്കാർ വഴങ്ങിയില്ല. അപ്പോൾ കൈബലമുള്ളവൻ കാര്യക്കാരന്മാരാണ്. അവിടെയൊന്നും ഫെഫ്കയ്ക്ക് ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് രവികുമാറിൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കാം. അങ്ങനെ രവികുമാർ കോടതിയിൽ പോയി. രവികുമാർ കേരളത്തിൽ സബ് എഡിറ്റർ ആയിരുന്നപ്പോൾ അവിടെ സബ് എഡിറ്ററുടെ ട്രെയിനി ആയിരുന്നു സുനീഷ് വാരനാട്. ഈ സുനീഷാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. രസം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ സബ് എഡിറ്ററായിട്ട് കലവൂർ രവികുമാർ ഉള്ളപ്പോൾ കേരളത്തിൻ്റെ വീക്കെൻഡിൽ അടിച്ചു വന്ന കഥയാണ് ഈ മോഹൻലാലിനെ എനിക്ക് ഭയങ്കര പേടിയാണെന്നുള്ള കഥ. അത് അവിടെ ട്രെയിനി ആയിരുന്ന സുനീഷ് വാരനാടാണ് തിരക്കഥ എഴുതി മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയത്. കഥ സംവിധായകൻ്റെ പേര് വെച്ചു. തിരക്കഥ മാത്രമേ ഇദ്ദേഹം എടുത്തുള്ളൂ. കഥ സംവിധായകൻ സാജിദ് യാഹിക്ക് കൊടുത്തു. 2005 ഈ കഥ കേരളത്തിൽ വരുന്നത്. 2006 അത് പുസ്തക രൂപത്തിൽ പുറത്തു വന്നു. 2012 വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ വന്നു പുസ്തകത്തിൻ്റെ. രവികുമാറിന് പ്രതിഫലവും പേരും നൽകാൻ കോടതി വിധിച്ചു. തെളിവുകളെല്ലാം രവികുമാറിന് അനുകൂലമായിരുന്നു. സിനിമയുടെ വരുമാനത്തിൻ്റെ 25% നൽകണമെന്നായിരുന്നു കേസ്. 100 രൂപ കിട്ടണമെങ്കിൽ 25 രൂപ എനിക്ക് തരണമെന്നാണ് രവി കൊടുത്ത കേസ്. ഒടുവിൽ 5 ലക്ഷം രൂപ കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ, ഉറപ്പാണ് രവിയുടെ സ്വഭാവം അനുസരിച്ച് അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തേനെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞെങ്കിലും അയാൾ ചെയ്തേനെ. പക്ഷേ അതിന് പകരം അവരന്ന് ഫെഫ്ക പറഞ്ഞിട്ട് പോലും വഴങ്ങിയില്ല. രവികുമാറിന് വേണ്ടി കേസ് വാദിച്ചത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. രവികുമാറിന് വേണ്ടി കേസ് വാദിച്ചത് LLB പഠിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു യുവാവാണ്. എങ്ങനെ രവിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചെന്ന് പറഞ്ഞൂടാ. KN പ്രശാന്ത് എന്നായിരുന്നു ആ വക്കീലിൻ്റെ പേര്. ഇന്ത്യയിൽ നടന്ന പ്രമാദമായ 86 കോപ്പിറൈറ്റ് കേസുകൾ നന്നായി പഠിച്ചിട്ടാണ് തന്നെ ഏൽപ്പിച്ച കേസ് വാദിക്കാനായിട്ട് പ്രശാന്ത് കോടതിയിലെത്തിയത്. അപ്പം തന്നെ അയാളൊരു മിടുക്കനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 86 കോപ്പിറൈറ്റ് കേസുകൾ പഠിച്ചിട്ടാണ് അദ്ദേഹം കോടതിയിൽ വന്നത്. ഇപ്പോൾ ഈ KN പ്രശാന്ത് എന്ന് പറയുന്ന കലവൂർ രവികുമാറിൻ്റെ കേസ് വാദിച്ച ആൾ ഇപ്പോൾ കാസർഗോഡ് ജില്ലാ ജഡ്ജിയാണ്. കാസർഗോഡുകാർ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഇപ്പോഴത്തെ ജഡ്ജിയാണ് കലവൂർ രവികുമാറിന് വേണ്ടി മോഹൻലാൽ എനിക്കിപ്പോൾ പേടിയാണെന്നുള്ള കഥയെ ചുരണ്ടിയതിന് കേസ് വാദിച്ച് ജയിച്ചയാൾ. ഫെഫ്ക തിരക്കഥാ യൂണിയൻ ഈ വിഷയം പഠിച്ച് കഥ മോഷ്ടിച്ചു എന്ന് വ്യക്തമായപ്പോൾ പേരും കാശും കൊടുത്ത് പരിഹരിക്കാൻ പറഞ്ഞത് ചിത്രത്തിൻ്റെ ആൾക്കാർ കേൾക്കാൻ കൂട്ടാക്കിയില്ല. രവികുമാർ ഉണ്ടെന്ന പുസ്തകം കൊടുത്തു. സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് ഒത്ത് വായിച്ചു നോക്കിയപ്പോൾ രവികുമാറിൻ്റെ കഥയാണ്. അപ്പോൾ അയാൾക്ക് പേരും പൈസയും കൊടുത്ത് പ്രശ്നം ഒതുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഒതുങ്ങിയില്ല. അന്ന് തിരക്കഥാ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി തിരക്കഥാകൃത്ത് AK സാജനാണ്. സാജൻ കൂടെ SN സ്വാമിയുണ്ട്. പക്ഷേ അന്ന് പറയുമ്പോൾ വിഷമം തോന്നരുത്, അന്ന് ഈ കഥ മോഷ്ടിച്ചവന്മാർക്ക് വേണ്ടി സംസാരിച്ച ആളായിരുന്നു B ഉണ്ണികൃഷ്ണൻ. പക്ഷേ SN സ്വാമിയും AK സാജനും ശക്തമായി കലവൂർ രവികുമാറിന് വേണ്ടി, അല്ലെങ്കിൽ സംഘടനാ മെമ്പറായ കലവൂർ രവികുമാറിന് വേണ്ടി നിന്നു. കാരണം ന്യായം രവികുമാറിൻ്റെ പക്ഷത്തായിരുന്നു. രവികുമാറിന് AK സാജൻ ഒരു കത്ത് കൊടുത്തു. മോഹൻലാൽ എന്ന സിനിമയുടെ തിരക്കഥ വായിച്ചു, രവികുമാറിൻ്റെ കഥയും വായിച്ചു, രണ്ടും ഒന്നാണ് എന്നായിരുന്നു ആ AK സാജൻ കൊടുത്ത കത്തിൻ്റെ ഉള്ളടക്കം. ഈ കത്ത് കേസിന് വലിയ ബലം നൽകി. ഫെഫ്ക അനുരഞ്ജനത്തിന് ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറായില്ല എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയുടെ ആൾക്കാർക്ക് ഉത്തരവില്ലാതെ പോയി. കേസിൽ രവികുമാർ ജയിച്ചു. ടൈറ്റിലൊക്കെ ചിത്രീകരിച്ച് പോയതുകൊണ്ട് ടൈറ്റിൽ ഇനി മാറ്റാൻ പറ്റില്ല, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് കാലം പിടിച്ചതുകൊണ്ട് രവികുമാർ പറഞ്ഞ് നിങ്ങളുടെ പടത്തിൽ എൻ്റെ ടൈറ്റിലുണ്ട് വിട്ടോ എന്ന് പറഞ്ഞ് വിട്ടു. ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ കാര്യം, മാന്യമായിട്ട് കലവൂർ രവികുമാറിനോട് ചോദിച്ചിരുന്നെങ്കിൽ, ചേട്ടാ പൈസയൊന്നും തരാനില്ല, ഇതൊരു കൊച്ചു പടമാണ്, ഞങ്ങൾ മഞ്ജു വാര്യർ വെച്ച് കോടികൾ മുടക്കുന്നെങ്കിലും താങ്കൾക്ക് തരാൻ നിവർത്തിയില്ല, ഞങ്ങൾ അതിൽ നിന്ന് ചുരണ്ടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രവി ചിലപ്പോൾ സമ്മതിച്ചെന്നെ.
അതുപോലെ തന്നെ ഈ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും ശരചന്ദ്ര നിൻ്റെ കഥ ഞങ്ങൾ എടുക്കുകയാണ്, നിനക്ക് ചെറിയൊരു തുക തരാം, കഥ പക്ഷേ എൻ്റെ പേര് വയ്ക്കും എന്ന് പറഞ്ഞെങ്കിലും ചിലപ്പം ശരചന്ദ്രനെ സംബന്ധിച്ചാണ് തുടക്കകാലമല്ലേ. ആ അവസ്ഥയിലാണ് ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ എന്താ പറയുക അതിൻ്റെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കന്മാരുടെ കൂടെ ഇരുന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പറയുകയാണ്, മലയാളി ഫ്രം ഇന്ത്യ പോലെ മറ്റൊരു തിരക്കഥ 2013 വേറൊരാൾ എഴുതിയിട്ടുണ്ട്, എല്ലാം ആകസ്മികമാണ്. ആകസ്മികമൊന്നുമല്ല, ഒന്നുകിൽ ഈ പറഞ്ഞവരെല്ലാം ഇത് ചുരണ്ടിയവന്മാരെല്ലാം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയവന്മാരെല്ലാം കൂടി ചേർന്ന് ഏതോ ഒരു കാസറ്റോ ഏതോ ഒരു നോവലോ ഏതോ ഒരു സിനിമയോ അടിച്ചതാണ്. ഒന്നുകിൽ അത് സമ്മതിക്കണം, ഇല്ല എങ്കിൽ ഈ പറയുന്ന എന്താ പറയുക യഥാർത്ഥ ഇപ്പം പരാതി പറഞ്ഞിരിക്കുന്ന തിരക്കഥാകൃത്തിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഫേസ്ബുക്കിലൂടെ സിനിമ റിലീസിൻ്റെ തലേന്ന് നിഷാദ് കോയ ഉയർത്തിയ ആക്ഷേപത്തിന് നൽകിയ മറുപടിയിലാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ആകസ്മികമാണ്. നീ എഴുതിയ തിരക്കഥയും ഈ തിരക്കഥയും മലയാളി ഫ്രം ഇന്ത്യയും എല്ലാം ഒരേ കഥ തന്നെ, പക്ഷേ അത് നിങ്ങൾ 3 പേര് എഴുതിയത് ആകസ്മികമായി സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. ഒരമ്മ പെറ്റ മക്കളെ പോലെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. റിലീസിൻ്റെ തലേദിവസം ഒരു സിനിമയുടെ കഥ ഫേസ്ബുക്കിലൂടെ പുറത്തു വിട്ടത് ശരിയായില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം. അവർ പറയുന്നതാണ്, പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം അത് പറയാൻ പാടില്ലായിരുന്നു. അയാൾക്ക് ജോത്സ്യം അറിയില്ലല്ലോ ഈ പറയുന്ന ഈ കഥാകൃത്തിന്. നിഷാദ് കോയയ്ക്ക് ജോത്സ്യം അറിയില്ല. അയാൾ തലേദിവസം ഫേസ്ബുക്കിലൂടെ വിട്ടെങ്കിൽ അയാളുടെ കഥയുണ്ടല്ലേ അയാൾ വിടണേ. അതിന് നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ കഥ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ വിട്ടോ, അതല്ല ഈ കഥയെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരെ. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ലിസ്റ്റൻ ശിവൻ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രഷററെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഏറ്റവും ശക്തനായ നിർമ്മാതാവിൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നു. തിരക്കഥയ്ക്ക് സാമ്യമുണ്ടായത് തികച്ചും ആകസ്മികം എന്ന് ഉണ്ണികൃഷ്ണൻ. ഒരേ ആശയം ഒന്നിലധികം പേർക്ക് തോന്നാം. 2013 ദിലീപിനെ വെച്ച് മറ്റൊരാളും ഈ കഥ എഴുതിയിരുന്നു. അതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പറയണമെന്ന് എനിക്കറിയണ്ട. ഉണ്ണികൃഷ്ണൻ മാടമ്പി എഴുതുമ്പോൾ ഞാൻ അതിനെ ചുരണ്ടിയിട്ട് ഞാൻ എഴുതി വയ്ക്കുമ്പോൾ ദിനേശിൻ്റെയും എൻ്റെയും കഥ സാമ്യമുണ്ടായത് ആകസ്മികം എന്ന് പറയുമോ? അങ്ങനെയൊന്നും ഈ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കരുത് ഉണ്ണികൃഷ്ണൻ. എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ക്യാമറമാൻ ശ്രീജിത്താണ് ഈ സിനിമ ആദ്യം ചെയ്യാനിരുന്നത് 2021 കോവിഡ് കാലത്തെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ക്വാറന്റീനിൽ ആയിപ്പോയ കഥ. ഷാരിസ് ശ്രീജിത്തിനോട് പറഞ്ഞതിൻ്റെ വർക്ക് ചെയ്ത് ഡ്രാഫ്റ്റ് കയ്യിലുണ്ട്. അതായത് ഷാരിസ് ശ്രീജിത്തിനോട് പറഞ്ഞതിൻ്റെ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റ് എല്ലാം തെളിവായി കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഈ കഥ സിനിമയാക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നതിനിടെ ഇവർ ഇരുവരും ഹാരിസ് ദേശം എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറെ കണ്ടു 2021 ആഗസ്റ്റിൽ. റോഷൻ മാത്യുവിനോട് കഥ പറയാൻ ഹാരിസ് ദേശം ആവശ്യപ്പെട്ടു. ചർച്ചകൾ മുന്നോട്ട് പോയി, പക്ഷേ എങ്ങും എത്തിയില്ല. ഷാരിസും ഡിജോയും ചേർന്ന് ജനഗണന ചെയ്തു. ശ്രീജിത്തിനായി സിനിമയുടെ ഡ്രാഫ്റ്റ് ഷാരിസ് പൂർത്തിയാക്കിയത് 2ാമതോ 3ാമതോ എഴുതിയ ശേഷമാണ്. പലതവണ എഴുതി ആണ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ മലയാളി ഫ്രം ഇന്ത്യയിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് ശ്രീജിത്തിന് നൽകിയിട്ടുണ്ട്. നടൻ ജയസൂര്യ ഒരു പരസ്യ ചിത്രീകരണത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിജോ ഒരു കഥയുടെ ഒരു വരി മാത്രം പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ജയസൂര്യയെ കണ്ട് ഈ കഥാകൃത്ത് കഥ പറഞ്ഞു. ജോഷി സാറായിരിക്കും സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ജയസൂര്യയുടെ ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയി, കഥയെല്ലാം കേട്ട് ഓക്കെ ഇരിക്കുമ്പോഴാണ് ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിൽ ഡിജോ ഒരു കഥ പറയുന്നു. ഞാൻ അടുത്ത് ചെയ്യാൻ പോണ കഥ ഇതാണെന്ന് പറയുന്നു. അപ്പോൾ വിശദമായി അതിൻ്റെ തിരക്കഥ കേൾക്കണമെന്ന് ജയസൂര്യ പറഞ്ഞു. അവിടെ ആ പ്രോജക്റ്റ് ജോഷി സാർ ചേർന്ന പ്രോജക്റ്റ് അവിടെ അവസാനിപ്പിച്ചു. ഈ സാഹചര്യം വിലയിരുത്തിയപ്പോൾ മനസ്സിലായത് ഒരേ കഥയും ആശയവും ഒന്നിലധികം എഴുത്തുകാർക്കുണ്ടാകും എന്നാണ് ഉണ്ണികൃഷ്ണന് മനസ്സിലായത്. ഇപ്പോൾ ഒരേപോലെ 8 പേരെന്തോ ലോകത്തുണ്ടെന്ന് അറിയില്ല. അതുപോലെ ഒരു കഥ തന്നെ ചിന്തിച്ചാൽ മലയാളി ഫ്രം ബോംബെ എന്നോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കഥ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ, അത് ഫിഫ്കയിലുള്ള തിരക്കഥാകാരന്മാർ 4-5 പേര് ഒരേപോലെ ചിന്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വടക്കൻ സെൽഫി എന്ന ചിത്രം സംവിധാനം ചെയ്ത പ്രജിത്തിന് വേണ്ടി രാജീവ് എന്ന നവാഗത എഴുത്തുകാരൻ 2013 ഇതേ കഥ വെച്ച് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥ എവിടെ നിന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്? എല്ലാവരും എഴുതുന്നത് ഈ പാകിസ്ഥാൻ കഥയാണ്. എം രഞ്ജിത്തായിരുന്നു ആ ചിത്രം നിർമ്മിക്കാനിരുന്നത്. രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് നൽകിയിരുന്നു. അവരത് ഡെവലപ്പ് ചെയ്ത് ദിലീപുമായി ചർച്ച നടത്തി. രാജീവ് ഇപ്പോൾ ആ നവാഗതനായ രാജീവിൻ്റെ കഥയാണ് പറയുന്നത്. രാജീവ് ഇപ്പോൾ എറണാകുളത്ത് ഒരു സ്റ്റീൽ വർക്ക് തൊഴിലാളിയാണ്. എന്തോ ഒരു സ്റ്റീലിൻ്റെ പണി ചെയ്ത് അയാൾ ജീവിക്കുന്നു. ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്നത് രാജീവിൻ്റെ കഥയിലെ പാകിസ്ഥാനിയെയും ഒരു മലയാളി കബളിപ്പിച്ചിട്ടുണ്ട്. അയാൾ എഴുതിയപ്പോഴും ഒരു മലയാളി
പാകിസ്ഥാനെ കബളിപ്പിച്ചിട്ടുണ്ട്. ആ വേഷത്തിന് കാസ്റ്റ് ചെയ്തത് അജു വർഗീസിനെ ആയിരുന്നു. മലയാളി ഫ്രം ഇന്ത്യയിൽ ആ കഥാപാത്രം ചെയ്തതും അജു വർഗീസാണ്. അതുകൊണ്ട് തന്നെ ഇത് കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റില്ല. രണ്ടു പേർക്കും തോന്നി ഈ പാകിസ്ഥാനിയെ പറ്റിക്കുന്ന വേഷം അജു വർഗീസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്, അത് ആകസ്മികത ആണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ആ തിരക്കഥയിലുള്ള ഒരു സംഭാഷണം മലയാളി ഫ്രം ഇന്ത്യയിൽ ഷാരിസും എഴുതിയിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന കാര്യം കൂടി ഉണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അതായത് രാജീവ് എഴുതിയ തിരക്കഥയിൽ എന്താണോ സംഭാഷണം എഴുതിയ ആ സംഭാഷണം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇവിടെ രാജീവുണ്ട്, ഷാരിസുണ്ട്, നിഷാദ് കോയുണ്ട്. എല്ലാവർക്കും ഒരേ ചിന്താഗതിയാണ്. 3 പേരും എനിക്കിന്ന് പനി വന്നാൽ അപ്പോൾ രാജീവിനും പനി വരും, ഷാരിസിനും പനി വരും. നിഷാദ് കോയ്ക്ക് ഒരു ചുമ വന്നാൽ അവർക്ക് 2 പേർക്കും വരും. അതെങ്ങനെയോ ഒരു നല്ല ബന്ധമാണ്, രക്തബന്ധമാണ്. ഇവർ മൂവരും ഒരു പൊതു അവബോധത്തിൽ നിന്നാണ് ഈ എലിമെൻ്റ് എടുത്തിരിക്കുന്നത്. ഈ പൊതു അവബോധം ഉണ്ണികൃഷ്ണൻ പറയുന്നില്ല എവിടുന്നോ ചുരണ്ടിയതായിരിക്കും. അല്ലെങ്കിൽ ഇവർക്ക് പൊതു അവബോധം വരുന്നത് എങ്ങനെ? ഈ സിനിമാക്കാരനല്ലാത്ത രാജീവിനും പിന്നെ ഷാരിസിനും നിഷാദ് കോയ്ക്കും എല്ലാം പൊതു അവബോധം വന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാണ് എലിമെൻ്റ് എടുത്തതെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. രാജീവ് ജീവിതത്തിൽ ഷാരിസിനെയോ ആരെയും അയാൾ കണ്ടിട്ടുമില്ല, ഇവരാരെയും പരിചയവുമില്ല. ഇത്തരം ആകസ്മികതയാകാം എഴുത്തിനെ മനോഹരമാക്കുന്നത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പൊയിറ്റിക്കായിട്ട് പറയുന്നത്. ഇങ്ങനെ കോപ്പി അടിക്കുന്നത്, കണ്ടവനെ ചുരണ്ടുന്നത്, പൊതുബോധത്തിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടുമ്പോൾ അത് എഴുത്തിനെ മനോഹരമാക്കുമെന്നാണ് പറയുന്നത്. മോഷ്ടിക്കുന്നതിനെല്ലാം മനോഹരമാക്കുന്നതാക്കി മാറ്റുന്ന ഒരാളായി മാറുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഷാരിസിനും ഡിജോയ്ക്കും എതിരെ ആൾക്കൂട്ട ആക്രമണമാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. അവിടെയാണ് എനിക്ക് അടുത്തൊരാളിനെ പറ്റി പറയാനുള്ളത്. എനിക്ക് സിയാദ് കോക്കറിനെ ബഹുമാനമുള്ള ഒരാളാണ്, ആരാധനയുള്ള ഒരാളാണ്. ആ മനുഷ്യൻ പറയാണ്, ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി ഇൻഡസ്ട്രിക്ക് വേണമോ എന്നുള്ള കാര്യം എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റായി കൂടി ചർച്ച ചെയ്ത് വേണ്ടുന്ന തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുത്തൻ്റെ കഥയെ അല്ലെങ്കിൽ ഒരുത്തൻ്റെ തിരക്കഥയെ ചുരണ്ടി അടിച്ചു മാറ്റി സിനിമ ചെയ്തിട്ട് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററാണ് ലിസ്റ്റൺ എന്നുള്ളതുകൊണ്ട് പരിണതപ്രജ്ഞനായ സിയാദ് കോക്കർ പറയാണ് ഇങ്ങനെ ഒരു പ്രക്രിയ. ഫേസ്ബുക്കിൽ പടം റിലീസിൻ്റെ തലേ ദിവസം ഞാനൊരു ഗസ് ചെയ്തൊരു കഥ പറയാമെന്ന് പറഞ്ഞാൽ അയാൾ എഴുതിയ കഥ അയാൾ പറഞ്ഞു. അതിന് സിയാദ് കോക്കറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പോകില്ല. ആ കോയ എഴുതിയ കഥ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. നാളെ വരാൻ പോകുന്ന സിനിമയ്ക്ക് ഞാനുണ്ടാക്കിയ ഈ കഥയുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ തികച്ചും യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ അയാൾ എഴുതിയാൽ അയാളെ ഇൻഡസ്ട്രിക്ക് പോലും വേണ്ടാതാക്കുന്നു. ഓർഡിനറി പോലുള്ള നല്ല ഓടിയ പടങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതിയ പയ്യനാണ്. അവനെ ഇൻഡസ്ട്രിക്ക് പോലും വേണ്ടാത്ത രീതിയിൽ അവനെ ഒതുക്കിക്കളയുമെന്നാണ് സിയാദ് കോക്കർ പറയുന്നത്. എനിക്ക് ആ കാര്യത്തിൽ സിയാദ് കോക്കറിനോട് വളരെ വ്യത്യസ്തമായ തീരുമാനമാണ് എനിക്കുള്ളത്. സിയാദ് കോക്കറിനെ പോലുള്ള പരിണതപ്രജ്ഞരായ ആൾക്കാരൊന്നും ഇത്തരം മോഷണങ്ങൾക്ക് കൂട്ടുനിന്ന് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മിറ്റി ട്രഷറർ ഭാവിയിലെ സിനിമയ്ക്ക് വേണ്ട ആളാണ് ആര്? ലിസ്റ്റൺ സ്റ്റീവൻ. അതിന് ഞങ്ങൾക്ക് എന്ത് വേണമെന്നേ? ഒരുത്തൻ കഷ്ടപ്പെട്ടൊരു കഥ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അതിന് ചുരട്ടി സിനിമ ചെയ്തു, അതിന് കാശ് മുടക്കിയത് ലിസ്റ്റൺ ആയിപ്പോയതുകൊണ്ട് ലിസ്റ്റണിൻ്റെ സിനിമയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറയടോ എന്ന് പറയും ആളുകൾ. വിവരമുള്ളവരെങ്ങനെ പറയും? പോടോ പോയി പള്ളിയിൽ ചെന്ന് പറയാമെന്ന് പറയും. ആൻഡോ രാകേഷ്, സോഹൻ സിനുലാൽ എൻ്റെ ഒരു അനിയനാണ്, ഫെഫ്കയുടെ ആൾ. മറ്റേ 2 പ്രൊഡ്യൂസേഴ്സ് അവർ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു ഈ കഥാകൃത്തിനോട് ഫേസ്ബുക്കിൽ നിന്ന് അത് മാറ്റാൻ. പ്രൊഡ്യൂസറുടെ പേര് ഡാമേജ് ആയി എന്നാണ് സിയാദ് കോക്കർ പറയുന്നത്. പ്രൊഡ്യൂസർ പേര് ഡാമേജ് ആവും. കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ആ തിരക്കഥ എഴുത്തുകാരനെ വിളിച്ചിട്ട് വേറെ തലയിലിട്ട് ഒരു അടി അടിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ടോ ഈ ഫേസ്ബുക്ക് വായിച്ചാൽ ഇത് ഈ കോയയുടെ കഥയാണോ നീ ചുരണ്ടിയതെന്ന് ചോദിക്കണ്ടേ? അതിന് പകരം പ്രൊഡ്യൂസറുടെ പേര് ഡാമേജ് ആയിപ്പോയതിലാണ് കോക്കറിന് വിഷമം. പ്രൊഡ്യൂസറുടെ ബാധ്യതയല്ല സിമിലാരിറ്റി എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഒരു 2 കഥകൾക്ക് സിമിലാരിറ്റി വന്നാൽ അത് പ്രൊഡ്യൂസറുടെ ബാധ്യതയല്ല എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ മോഹൻലാലിൻ്റെ കഥ, കലൂർ രഘുമാറിൻ്റെ കഥ ഇതുപോലെ ചുരണ്ടിയപ്പോൾ AK സാജനും SN സ്വാമിയും അടക്കം ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അല്ല, അവർ ചുരണ്ടിയതാണ് ശരിയെന്ന് പറഞ്ഞ ആളാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതൊന്നും ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇനി എൻ്റെ പേര് കൊണ്ടൊന്ന് കേസ് കൊടുത്തു കളയരുത്. 165 ദിവസം ഷൂട്ട് ചെയ്ത സിനിമയല്ലേ ഈ സിനിമ എന്നാണ്. അതിന് നിങ്ങൾ 125 ദിവസം ഷൂട്ട് ചെയ്താൽ ആരെ കഥയെടുത്ത് മോഷ്ടിച്ചിട്ട് 125 ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ട് കൺസെഷൻ തരുമോ? അങ്ങനെ നടക്കില്ല. ചെവി അറിയാതെ ഞങ്ങൾ കാര്യം തീർത്തന്നെ. അവിടെയാണ് പ്രശ്നം. കോയ പരസ്യപ്പെടുത്തി കളഞ്ഞു. അല്ലെങ്കിൽ ചെവി അറിയാതെ ഞങ്ങൾ ഇതിനെ ഒതുക്കിയെന്നാണ് പറഞ്ഞത്. നിർമ്മാതാവിൻ്റെ കാശല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്നു. ഇവിടെ അരോമണിക്ക് വേണ്ടി ഫഹദ് ഫാസിലിനെ നായകനായിക്കൊണ്ട് അയ്യറിൻ പാകിസ്ഥാൻ എല്ലാവരും ഇപ്പോൾ പാകിസ്ഥാനിലോട്ടാണ് പോണേ. അതെന്തായി എന്ന് പറഞ്ഞിട്ട് അത് നിന്നുപോയി. അപ്പോൾ അരോമണി ഞങ്ങളുടെ സംഘടനയിൽ കൊണ്ടുവന്നൊരു കേസൊക്കെ തന്നു, എത്രയോ ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന്. ഫഹദ് ഫാസിൽ കൊടുത്തോന്ന് എനിക്കറിഞ്ഞൂടാ. 2021 ജോഷി സാറിനെ സംവിധായകനാക്കിക്കൊണ്ട് ജയസൂര്യയെ
എന്താ പറയുക നായകനാക്കിക്കൊണ്ട് ഈ സിനിമ വേണു കുന്നപ്പള്ളി, മാമാങ്കം എന്ന് പറഞ്ഞ പടം എടുത്ത് വേണു കുന്നപ്പള്ളിയാണ് സംവിധാനം ചെയ്യാൻ നിർമ്മിക്കാനിരുന്നത്. ജയസൂര്യയുടെ എതിർ വശത്ത് വരുന്നത് നവാസുദ്ദീൻ സിദ്ദിഖിയായിരുന്നു ചെയ്യാനിരുന്നത്. ഇത്രയും ജോഷി സാറിനും അറിയാവുന്നതാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ജോഷി സാർ മാറ്റി പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഗോകുലത്തിന് വേണ്ടി ഇപ്പോൾ സിനിമയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കൃഷ്ണമൂർത്തി പൃഥ്വിരാജിനോട് സംസാരിച്ചു ഈ കഥ. ലിസ്റ്റൻ സ്റ്റീവൻ ചെയ്യുന്ന പടവുമായിട്ട് ഇതിന് സാമ്യമുണ്ടല്ലോ എന്ന് സലാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് പറയുന്നു. എബിയും വിമാനവും രണ്ടും ഒരേ സബ്ജക്റ്റ് ആയിരുന്നല്ലോ, അതുപോലെ എബിയും വിമാനവും പോലെ ആകരുത്, അതുകൊണ്ട് ഞാൻ ഈ പടത്തിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞാണ് പൃഥ്വിരാജ് ആ പടത്തിൽ നിന്ന് മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഈ കഥാകൃത്ത് കഥയുണ്ടാക്കിയത് മമ്മൂട്ടിക്ക് വേണ്ടിയായിരുന്നു. മമ്മൂട്ടിക്ക് വേണ്ടി കഥയുണ്ടാക്കിയ ശേഷം മാമാങ്കത്തിൻ്റെ സെറ്റിൽ ചെന്ന് കഥ പറഞ്ഞു. കുറച്ചുകൂടി യങ്ങായിട്ടുള്ളൊരു നായകനായിരിക്കും ഈ വേഷം ചെയ്യാൻ നല്ലത്, നമുക്ക് മറ്റൊരിക്കലാവാമെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി തിരക്കഥാകൃത്തിനെ പറഞ്ഞു വിട്ടു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ മമ്മൂട്ടിക്കും അറിയാം ഈ കഥ ആരുടെയെന്ന്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അറിയാം. എന്തായടോ തൻ്റെ എന്താ പറയുക ഇൻഡോ പാക്ക് എന്ന് മമ്മൂട്ടി കാണുന്നിടത്തൊക്കെ വെച്ച് ഇയാളുടെ ചോദിക്കുമായിരുന്നു. ഈ തിരക്കഥാകൃത്തിനെ കാണുമ്പോൾ ഒക്കെ ചോദിക്കുന്നു എന്തായടോ തൻ്റെ ഇൻഡോ പാക്ക് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ മമ്മൂട്ടിക്ക് ഇതറിയാം എന്ന് ഉറപ്പായി. ഡിജോ പറയുന്നത് മോഷ്ടിച്ച് സിനിമ ചെയ്യുന്ന ആളല്ല ഞാൻ, റിലീസ് ദിവസം മുതലേ മലയാളിക്കെതിരെ ഡീഗ്രേഡിംഗ് ഉണ്ട് എന്നാണ് ഡിജോ പറയുന്നത്. നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്. ഈ പ്രശ്നം നടക്കുമ്പോൾ സിനിമയുടെ പ്രൊമോഷനുമായി ഞാൻ ബഹ്റിനിലായിരുന്നു. ഫെഫ്കയോട് കടപ്പെട്ടിരിക്കുന്നു. ആദ്യ സിനിമ കോപ്പി, ജനഗണമന കോപ്പി, ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയും കോപ്പി എന്നൊക്കെയാണ് എൻ്റെ പേരിലുള്ള ആരോപണങ്ങളെന്ന് സംവിധായകൻ പറയുന്നു. ഞാൻ സംവിധായകനാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എഴുത്തുകാരനായി സംവിധായകനായ ആളല്ല. ആരെങ്കിലും എഴുതി കൊണ്ടുവരുന്നത് ഞാൻ സംവിധാനം ചെയ്യുമെന്നുള്ളതല്ലാതെ ഈ മോഷണവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നു. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ തിരക്കഥാകൃത്ത് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന കോയയ്ക്കെതിരെ TJ പ്രവീൺ എന്ന് പറയുന്നത് ഗില്ലാപ്പി, ഇപ്പോഴത്തെ പിള്ളേരെയൊന്നും നമുക്ക് പേര് പിടികിട്ടില്ലല്ലോ, ഗില്ലാപ്പി എന്ന് പറഞ്ഞൊരു നടൻ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞാൻ വെറും പൊട്ടൻ, എനിക്കിത്രയും വാല്യൂ മതി, നീ തരാൻ നിൽക്കണ്ട, കണ്ടതിൽ കൗശലക്കാരനും കള്ളനുമായ വ്യക്തിയാണ് നിഷാദ് കോയ എന്നാണ് ഈ എന്താ പറയുക ഗില്ലാപ്പി പറയുന്നത്. കോക്കാൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ നടനാണ് ഈ പയ്യൻ. പ്രതിഫലം തരാതെ അവനെ പറ്റിച്ചു എന്നാണ് അവൻ പറയുന്നത്. എൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ഒരു നിർമ്മാതാവും എന്തോ ഒരു റഫീഖ് എന്ന് പറയുന്ന ഏതാണ്ട് പേരുള്ള ഒരാളും ഈ രണ്ടുപേരും കൂടി ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വെച്ച് കളിച്ചു എന്നാണ് അവൻ പറയുന്നത്. ഞാൻ വെറും പൊട്ടനാണ്, അത്രയും വിവരമൊന്നുമില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ല നിങ്ങളുടെ അടുത്തേക്ക്. പിന്നെ ഇട്ട് വലിപ്പിച്ച് അവസാനം ഞാൻ പറഞ്ഞു, ചേട്ടാ അറ്റ്ലീസ്റ്റ് വാടക അടയ്ക്കാനുള്ള പൈസയെങ്കിലും തരണമെന്ന് ഈ സംവിധായകനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. നിഷാദ് കോയയോട് പറഞ്ഞു എന്ന്. പിറ്റേന്ന് മുതൽ ഇപ്പോൾ തരും, അതെല്ലാം സെറ്റാണ്, ഇന്ന് വൈകിട്ട് തരാം, നാളെ ഉച്ചയ്ക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ എന്നെ പുറത്താക്കി എന്നാണ് ഈ ഗില്ലാപ്പി പറയുന്നത്. അടുത്ത ദിവസം പിന്നെയും വിളിച്ചു. മണ്ടനായ ഞാൻ പിന്നെയും കയറി തലവെച്ച് കൊടുത്തു. ഇന്നലെ പിന്നെയും എന്നെ പുറത്താക്കി. മിസ്റ്റർ റൈറ്റർ അവൻ വിളിക്കുക, താങ്കൾ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ കിടന്ന് പറഞ്ഞ ഒരു കാര്യമില്ലേ, കഷ്ടപ്പാടിൻ്റെയും യാതനയുടെയും ഒക്കെ വച്ച് കാച്ചിയ മറ്റേ ഡയലോഗ്, അതൊക്കെ ഒന്ന് കണ്ണാടി നോക്കി പറയണം കേട്ടോ, കാരണം നീ കാണിക്കുന്നത് തെമ്മാടിത്തരങ്ങളാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ വെച്ച് ഇത്രയും കൗശലക്കാരനും കള്ളനുമായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ വാല്യൂ അങ്ങനെ എൻ്റെ വാല്യൂ ചോദിച്ച ചെറ്റയോട് ഞാൻ പറയാണ്, എൻ്റെ ആദ്യത്തെ പടം കമ്മട്ടിപ്പാടം, രണ്ടാമത്തത് മരുഭൂമിയിലെ ആന, ദിവാൻജി മൂല, തമ്പുരാൻ എഴുന്നള്ളി, പോച്ചു, ഇപ്പോൾ ഇൻസൈഡ് മൈ സൈഡ്, പിന്നെ എന്താ പറയുക അഞ്ചരക്കള്ളക്കൊക്കൻ, ഇത്രയും വാല്യൂ മതി എനിക്കെന്നാണ് ആ പയ്യൻ പറയുന്നത്. ലിസ്റ്റർ സ്റ്റീഫൻ പറയുന്നത് അങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി. എങ്ങനെ? പടം റിലീസിൻ്റെ തലേ ദിവസം വേറൊരു തിരക്കഥാകൃത്ത് എൻ്റെ പടത്തിൻ്റെ കഥ ഇതാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടത് മോശമായിപ്പോയി എന്നാണ് പറയുന്നത്. ജനഗണമനയ്ക്ക് ശേഷം ഡിജോ ജോസ് ആൻ്റണി ചെയ്ത സിനിമയെ കോപ്പിയടി ചിത്രം എന്ന് പറഞ്ഞ് വിലയിരുത്തിയത് മോശമായിപ്പോയി എന്നാണ് ലിസ്റ്റർ സ്റ്റീഫൻ പറയുന്നത്. പടം റിലീസിൻ്റെ തലേന്ന് നാളെ വരുന്ന സിനിമയുടെ കഥ ഫേസ്ബുക്കിൽ കുറിക്കാമോ എന്നാണ് ലിസ്റ്റൻ്റെ ചോദ്യം. അയാളും ഒരുപാട് സിനിമകൾ എഴുതിയ റൈറ്ററല്ലേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, വളരെ മോശമായിപ്പോയി എന്ന് അയാൾ പറയുന്നു. ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും അഭിനയിച്ച ഓർണറുടെ തിരക്കഥാകൃത്താണ് ഈ പറയുന്ന നിഷാദ് കോയ.
റിലീസിൻ്റെ തലേന്ന് FBയിൽ കുറിച്ചു. അതെന്താണ് കുറിച്ചതെന്ന് നിങ്ങൾ കേട്ടോ? ഭയങ്കര രസകരമായ കാര്യമാണ് കുറിച്ചത്. നാളെ റിലീസാകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്നായിരുന്നു അയാൾ ചോദിച്ചത്. എന്നിട്ട് അയാൾ പ്രവചനത്തിൻ്റെ കുറിപ്പും കൊടുത്തു. സിനിമയുമായി നല്ല സാമ്യമുള്ള കുറിപ്പ്. 1.25 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്, ഇങ്ങനെ ചെയ്തത് മോശമായിപ്പോയി എന്നാണ് ലിസ്റ്റീവൻ പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ചെയ്തത് മോശമായിപ്പോയി എന്ന് അയാൾ കഥാകൃത്ത് പറയുന്നു. അയാൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മോശമായിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ നിഷാദ് കോയ അത് റിലീസ് ചെയ്തു. FBയിൽ പോസ്റ്റ് ചെയ്തത് രസകരമായ വരികളായിരുന്നു, കേട്ടോളൂ. നാളെ റിലീസാകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്നാണ് നിഷാദ് കോയ ചോദിക്കുന്നത്. കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെ സംഖ്യയായ കഥാനായകൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും മറ്റുമായി ജീവിച്ചു പോകുന്നതിനിടയിൽ രാഷ്ട്രീയ എതിരാളികളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ തൻ്റെ സുഹൃത്ത് വഴി അയാൾ ഗൾഫിലെത്തുന്നു. അവിടെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പാകിസ്ഥാനിയുടെ കൂടെ റൂം ഷെയർ ചെയ്യേണ്ടി വരുന്ന കഥാനായകനും പാകിസ്ഥാനിയുമായി ഉണ്ടാകുന്ന നർമ്മരസങ്ങളുള്ള രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ മുഹൂർത്തങ്ങളിലൂടെ വികസിക്കുന്ന കഥയ്ക്ക് ഇടയിൽ കമ്പനിയുടെ ആവശ്യത്തിനായി ശത്രുക്കൾ ആയ കഥാനായകനും പാകിസ്ഥാനിയും ഒരു നീണ്ട യാത്ര പോകേണ്ടി വരുന്നു. 2 ശത്രുക്കൾ ഒരുമിച്ച് നടത്തുന്ന യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളെ തുടർന്ന് മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന കഥാനായകനും പാകിസ്ഥാനിയും. ആടുജീവിതം വന്നതിന് ശേഷമായിട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആടുജീവിതത്തിന് ഇത് ബാധിച്ചത്. കാരണം ഇവർ രണ്ടുപേരും മരുഭൂമിയിൽ പെട്ടുപോകുന്നു. കഥാനായകനും പാകിസ്ഥാനിയും രക്ഷപ്പെടാനായി നടത്തുന്ന ശ്രമങ്ങൾ, സർവൈവൽ എന്ന സത്യത്തിന് മുന്നിൽ ശത്രുത മറന്ന് ഒരുമിച്ച് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പാകിസ്ഥാനി മരണപ്പെടുന്നു. തുടർന്ന് പാകിസ്ഥാനിയുടെ കുടുംബത്തിനായി നടത്തുന്ന ഒരു സഹായത്തിൻ്റെ പേരിൽ അകപ്പെടുന്ന കഥാനായകൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിലെ പ്രധാന കഥ. ബാക്കി സ്ക്രീനിൽ എന്ന് പറഞ്ഞാണ് ഈ നിഷാദ് കോയ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഒരു പൊളിറ്റിക്കൽ സറ്റയറായിട്ടാണ് സിനിമയുടെ ആദ്യ ഭാഗം. 2ാം പകുതി അതിജീവനത്തിൻ്റെ കഥയുമാണ്. രാജ്യവും അതിർത്തിയും മനുഷ്യനിർമ്മിത വേലിക്കെട്ടുകളും മറന്ന് മനുഷ്യ സ്നേഹത്തിൻ്റെ കഥയാണ് ഞാൻ പറയാനിരുന്നത് എന്ന് നിഷാദ് കോയ പറയുന്നു. കഥാനായകന് കുടുംബവും പ്രണയവും ഒക്കെയുള്ള കഥയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചതെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും വലിയ വിവാദത്തിലേക്ക് പെട്ടിരിക്കുന്നു. ഇതിൽ ആർക്കെങ്കിലും ഡാമേജ് വരാമെങ്കിൽ ഞാൻ വീണ്ടും തുറന്നു പറയുന്നു, അത് B ഉണ്ണികൃഷ്ണനായിരിക്കും. കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിഷാദ് കോയ പണ്ട് കമൽ എന്നോട് പറഞ്ഞതുപോലെ, എൻ്റെ മറ്റേ കാറ്റുമഴയുടെ ഇഷ്യൂ വന്നപ്പോൾ എന്നെ പറഞ്ഞു, അയാൾ ഫെഫ്ക മെമ്പറൊന്നും അല്ലെന്നേ, നമുക്ക് ഹരിച്ചേട്ടൻ്റെ നിൽക്കാമെന്ന് പണ്ട് കമൽ എന്നോട് പറഞ്ഞതുപോലെ നിഷാദ് കോയ ഫെഫ്ക മെമ്പർ അല്ലാത്തതുകൊണ്ട്, അംഗത്വമില്ലാത്ത ആളായതുകൊണ്ട് അയാളെ ദ്രോഹിച്ചാൽ നമ്മളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവായ ഉണ്ണികൃഷ്ണൻ മുതലാളിമാരുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കൂടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തിയത് എനിക്ക് ദഹിക്കുന്നില്ല. ഞാൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലുണ്ടായിരുന്നെങ്കിൽ ശക്തമായി അപലപിച്ചേനെ. പക്ഷേ വായില്ല കുന്നിലപ്പന്മാരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും തിരക്കഥാ യൂണിയനിലൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഫെഫ്കയിൽ ഇരിക്കുന്നവന്മാരെന്നുള്ളത് കൊണ്ട് യവനൊന്നും ഉണ്ണികൃഷ്ണനെതിരെ വാ തുറക്കൂല എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം ഉണ്ണികൃഷ്ണൻ തുടരെയായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചങ്ങാത്തം കൂടിക്കൊണ്ട് തൊഴിലാളി നേതാവും മുതലാളി നേതാവുമാരുമായിട്ടിരുന്ന് ഇത്തരം കളികൾ കളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ വച്ചുകൊണ്ട് മാനനഷ്ട കേസൊന്നും ഫയൽ ചെയ്യരുതേ ഉണ്ണികൃഷ്ണ. നിങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിക്കുകയാണ്. കാരണം നിങ്ങളൊരു തൊഴിലാളി നേതാവാണെങ്കിൽ നിങ്ങൾ 80 ലക്ഷം രൂപ വരെ കാറിലൊന്നും യാത്ര ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഭാഗ്യവാൻ. എന്നെപ്പോലൊരു ഹതഭാഗ്യനല്ലല്ലോ, നിങ്ങളൊരു ഭാഗ്യവാൻ. നിങ്ങൾ സ്വർണ്ണ കറണ്ടി കൊണ്ടൊന്നും ജനിച്ചില്ലെങ്കിലും ഇപ്പോൾ സ്വർണ്ണ കറണ്ടിയിൽ ആഹാരം കഴിക്കാൻ കഴിയുന്ന ഭാഗ്യം ദൈവം തന്നു. അതൊരു മാടമ്പി മുതൽ ഇങ്ങോട്ട് നിങ്ങൾ സംഘടനാ നേതാവായതോടുകൂടി നിങ്ങളുടെ ചുക്കറൻ അടിച്ചില്ലേ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ ഫെഫ്ക എന്ന് പറഞ്ഞ തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാവായിരുന്നുകൊണ്ട് അടിക്കടി മുതലാളിമാരുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ ചെന്നിരുന്ന് ഇത്തരം പത്രസമ്മേളനം നടത്തി ഈ പറയുന്ന നിഷാദ് കോയമാരെ അല്ലെങ്കിൽ കലവൂർ രവികുമാർമാരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു കേസും കൊടുക്കരുതേ ഉണ്ണികൃഷ്ണ. എറണാകുളത്തൊക്കെ വന്നൊരു വാക്ക് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്കെതിരെയുള്ള, നിങ്ങൾ മാനനഷ്ട കേസ് കൊടുത്തിട്ട് എന്നെ കൃത്യമായി 2 തവണ വിളിക്കാതെ 3ാമത് നിങ്ങളെ തേർഡ് പാർട്ടി എന്തോ ഇതിൽ വിളിച്ചാലല്ലോ നിങ്ങളുടെ ഇതൊക്കെ എടുത്തത്, മൊഴിയൊക്കെ എടുത്തത്. ഞാൻ എത്ര രൂപ ഇപ്പോൾ മുടക്കേണ്ടി വന്നതെന്നറിയോ? വലിയ തുക എൻ്റെ അതിനൊന്നും ഇല്ല ഉണ്ണികൃഷ്ണ. അതുകൊണ്ട് ദയവ് ചെയ്ത് കേസൊന്നും കൊടുത്തു കളയരുത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ ഓർത്തോളൂ, ഫെഫ്കയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. കാരണം നിങ്ങളെപ്പോലൊരു കൗശലക്കാരനെ ഫെഫ്ക കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. പക്ഷേ നിങ്ങൾ ഫെഫ്കയുടെ നേതാവായിരുന്നുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് കളിക്കരുത്.
അത് ശരിയല്ല. രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കരുത്. നിങ്ങൾ തിയേറ്റർ മുതലാളിയാണെന്നും നിങ്ങൾ സിനിമാ നിർമ്മാതാവാണെന്നും വിചാരിച്ചിട്ട് തൊഴിലാളികളുടെ നേതാവായെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ കളഞ്ഞിട്ട് പോയി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവാകുന്നേ, ആ രാകേഷൊക്കെ ഇരിക്കുന്ന പോസ്റ്റിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് നിങ്ങളിരിക്കൂ. പക്ഷേ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ ചെവി കടിക്കരുത്. അത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോപ്പിറൈറ്റിനെ കുറിച്ച് വേണമെങ്കിൽ ഇനിയും ഒരുപാട് കഥകൾ പറയാം. ഇത് തന്നെ ഒരുപാട് നീണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.